അതുകൊണ്ട് നിങ്ങളുടെ ബൈബിളുകളും നോട്ട്ബുക്കുകളും ഒരുപോലെ തുറക്കണം. നിങ്ങൾക്ക് കേൾക്കാനും എഴുതാനും ആരാധിക്കാനും ഒക്കെ ഇന്ന് ഉണ്ടായിരിക്കും. ആ നിലകളിൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദയവായിട്ട് ബൈബിൾ തുറക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ആ വാക്യം എല്ലാവരും കൂടെ ചേർന്ന് ഉച്ചത്തിൽ ഒന്ന് പറഞ്ഞാട്ടെ. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. കണ്ണുകൾ അടച്ചാട്ട്. പ്രിയ പിതാവേ, ഈ വചനത്തിന് ഞങ്ങൾ ഒത്തിരി നന്ദി പറയുന്നു. ഈ വചനം ഇന്ന് കർത്താവ് ഈ ജനത്തിന് മനസ്സിലാകത്തക്ക വിധത്തിൽ പറയുവാനുള്ള കൃപ അടിയൻ്റെ അധരത്തിൻ്റെ മേൽ അവിടുന്ന് കൽപ്പിക്കണമേ. വായി തുറക്കുമ്പോൾ വചനം തരണമേ. ഈ ജനത്തോട് സംവാദിക്കണമേ. അന്തരീക്ഷത്തെ തുടർമാനമായി തുറന്നു തരണമേ. അങ്ങത് ചെയ്യുന്നതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ലവോദിക്ക സഭയ്ക്കുള്ള ലേഖനത്തിൽ ലവോദിക്ക സഭയോട് കർത്താവ് സംസാരിച്ച അനുഗ്രഹീതമായൊരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഈ മെസ്സേജിന് നിങ്ങൾക്ക് ഒരു തലക്കെട്ട് കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഗോഡ്സ് ഡിസിപ്ലിൻ എന്ന് നിങ്ങൾക്ക് തലക്കെട്ട് കൊടുക്കാനായിട്ട് കഴിയും. പക്ഷെ ഞാൻ ആ ഒരു ചിന്തയിലേക്ക് വരുന്നതിന് മുൻപ് എനിക്ക് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും ഈ 7 സഭകളെക്കുറിച്ചും ഏതാനും ചില കാര്യങ്ങളൊന്ന് പറയണം. അതുകൊണ്ട് ആദ്യ ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ വെളിപ്പാട് പുസ്തകം യോഹന്നാൻ്റെ ഒരു പുസ്തകമാണെന്ന് നമുക്കറിയാം. അതിൻ്റെ എഴുത്തുകാരൻ യോഹന്നാനാണ്. യോഹന്നാൻ്റെ 5 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. 1 സുവിശേഷം, 3 ലേഖനങ്ങൾ, ബാക്കി 5-ാമത്തത് പ്രവചനം. അങ്ങനെയാണ് യോഹന്നാൻ്റെ എഴുത്തുകളുള്ളത്. വാസ്തവത്തിൽ ഈ 3 എഴുത്തുകളിലൂടെ യോഹന്നാൻ 3 കാര്യങ്ങളാണ് പറയുന്നത്. സുവിശേഷത്തിലൂടെ ക്രിസ്തു ഇന്നലെ ആര് എന്ന് നമ്മോട് പറയുന്നു. ലേഖനങ്ങളിലൂടെ ക്രിസ്തു ഇന്ന് ആര് എന്ന് നമ്മോട് പറയുകയാണ്. വെളിപ്പാട് പുസ്തകത്തിലൂടെ ക്രിസ്തു നാളെ ആര് എന്ന് നമ്മോട് പറയുക. അതിൽ യോഹന്നാൻ്റെ ഈ ക്രിസ്തു സംബന്ധമായ എഴുത്തുകൾ, അതിനെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിജ്ഞാനീയ രചന അല്ലെങ്കിൽ ക്രിസ്തുവിജ്ഞാനീയ അവതരണങ്ങൾ, അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ക്രിസ്റ്റോളജിക്കൽ റൈറ്റിങ്സ്, അത് വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാൻ പ്രധാനമായും ഫോക്കസ് ചെയ്തിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. 1, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം. 2, യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം. 3, യേശു ക്രിസ്തുവിൻ്റെ നിത്യത്വം. ഈ 3 കാര്യങ്ങൾ സ്ഥാപിക്കാനായിട്ട് യോഹന്നാൻ ഒട്ടനവധി ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 105-ൽ പരം നാമങ്ങളുണ്ട്. 105-ൽ പരം നാമങ്ങൾ ക്രിസ്തുവിനുള്ളത് കൊണ്ട് 105 ആളാണെന്ന് ചിന്തിക്കരുത്. നാമം കൂടുന്നതനുസരിച്ച് വ്യക്തി കൂടുതൽ പ്രകടമാകുക. ഇവിടെ ക്രിസ്തുവിന് കൂടുതൽ നാമം പറയുന്നതനുസരിച്ച് ക്രിസ്തു കൂടുതൽ നമ്മുടെ മുൻപിൽ റിവീലാകുക. അതിൽ നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം 1-ാം അധ്യായം ഒന്ന് ശ്രദ്ധിച്ചാൽ ക്രിസ്തുവിജ്ഞാനീയ പദങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ നമുക്ക് ഈ 1-ാം അധ്യായത്തിൽ കാണാം. 4-ാമത്തെ വാക്യം നോക്കിയേ. അവിടെ വായിക്കുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും
വരുന്നവനുമെന്നാണ്. ആ 3 പദങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞ്. അത് 3 നാമങ്ങളാണ്. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. എനിക്ക് വാക്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ മോനെ. ഇരിക്കുന്നവൻ, ഇരുന്നവൻ, വരുന്നവൻ. 5-ാമത്തെ വാക്യം നോക്കി. വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതി. 6-ാമത്തെ വാക്യം നോക്കി. നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർക്കുന്നവൻ. 7-ാമത്തെ വാക്യം നോക്കിയേ. മേഘാരൂഢനായി വരുന്നവൻ. 8-ാമത്തെ വാക്യം നോക്കിയേ. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു. അൽഫ ഒമേഗ എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവുമാണ്. അൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ ഇങ്ങനെ തുടങ്ങുന്ന അക്ഷരമാലയിൽ ആദ്യത്തെ അക്ഷരം അൽഫ, അവസാനത്തെ അക്ഷരം ഒമേഗ. ആ 2 അക്ഷരങ്ങൾ പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുന്ന് ആദ്യനുമാണ്, അന്ത്യനുമാണ്. അവിടുന്ന് ആരംഭവുമാണ്, അവിടുന്ന് അവസാനവുമാണ്. ഏറ്റവും ഒടുവിൽ 8-ാം വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അരുളി ചെയ്യുന്നത്? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അപ്പൊ യേശു ആരാണ്? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അവിടെ ഒരു കാര്യം അറിയണം. യേശു ഒരു സോഷ്യലിസ്റ്റ് ആണെന്ന് പറയാൻ പലർക്കും മടിയില്ല. യേശു ഒരു റബ്ബിയാണ് എന്ന് പറയാൻ പലർക്കും മടിയില്ല. യേശു ഒരു ഗുരുവാണ് എന്ന് പറയാൻ പലർക്കും മടിയില്ല. യേശു ഒരു പ്രവാചകനാണെന്ന് പറയാൻ പലർക്കും മടിയില്ല. അതിനപ്പുറത്ത് എന്തോ ഒന്ന് കുറച്ചാണോ? ഓക്കെ ഓക്കെ യേശു ഒരു പ്രവാചകനാണെന്ന് പറയാൻ പലർക്കും മടിയില്ല. പക്ഷേ യേശു ദൈവമാണെന്ന് പറയാൻ ചിലർക്ക് മടിയാണ്. പ്രത്യേകിച്ച് റസൽ മതക്കാർ, അപ്പോൾ തന്നെ ദാവാ മതക്കാരൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെ കടന്നാക്രമണം നടത്തുന്നവരാ. പക്ഷെ ഇവിടെ നോക്കിക്കേ, ബൈബിൾ പറയുകയാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അപ്പൊ യേശു ആരാണ്? ഉച്ചത്തിൽ പറഞ്ഞു. യേശു ആരാണ്? പോരാ, ശബ്ദം ഉയർത്തി പറ. യേശു ആരാണ്? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം ഇങ്ങനെ പടർന്ന് അങ്ങ് കിടക്കുക കേട്ടോ. ഞാനത് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുക. യേശു ആരാണ്? സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. ദൈവമാണ്. ഒരാമേൻ പറഞ്ഞാട്ട്. സർവശക്തിയുള്ള ദൈവം. അവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെച്ചോണം. പിതാവാം ദൈവത്തോടും പരിശുദ്ധാത്മാവാം ദൈവത്തോടും കോ ഈക്വലാണ്, കോ എറ്റേണലാണ്. ഈ 2 പദങ്ങൾ ഓർമ്മയിൽ വെച്ചോണം. പിതാവിനേക്കാൾ താഴ്ച വന്നവനെന്നല്ല, കോ ഈക്വലാണ്. അതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പൊ സമത്വമാണ് വിഷയം. സമത്വമാണ് വിഷയം. ചില ഭാഷാന്തരങ്ങളിൽ പറയുന്നത് ഡിഡ് നോട്ട് ട്രൈ ടു റിമെയിൻ ഈക്വൽ വിത്ത് ഗോഡ്. ആ ഇക്വാലിറ്റിയിൽ തുടരാതെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇക്വാലിറ്റിയാ. അതാ ഞാൻ പറഞ്ഞത് കോ ഈക്വൽ, കോ എറ്റേണൽ. അത് കൃത്യമായിട്ട് പറയുന്ന വേറൊരു വാക്യമാണ് യോഹന്നാൻ 5:18. അവിടെ തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയെന്ന്. മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്. തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. അപ്പൊ യേശു കർത്താവ് ആരാണ്? ദൈവത്തോട്, പിതാവിനോട് സമൻ. അത് തന്നെ ഇവിടെ പറയുന്നത് എന്ന് സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അത് ഈ യോഹന്നാന്റെ എഴുത്തിന്റെ ഒരു സവിശേഷതയാണ്. പിടികിട്ടുന്നുണ്ടോ? ഹാപ്പിയാണോ? ഒരാമയും പറഞ്ഞാട്ട്. ഓക്കെ, കഴിഞ്ഞിട്ട് ഈ 1-ാം അധ്യായത്തിൽ നിന്ന് 2-3 അധ്യായത്തിലേക്ക് വരുമ്പോൾ 7 സഭകൾക്കുള്ള 7 ദൂത. അതിൽ അവസാനത്തെ സഭയ്ക്കുള്ള ലേഖനമാണ് നമ്മൾ വായിച്ചത്, ലബോദിക്ക സഭ. ബാക്കിയുള്ള സഭകൾ ഏതൊക്കെയാ? എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലബോദിക്ക. ഒന്നിച്ചൊന്ന് പറഞ്ഞ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ പറയുന്നത്. എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ,
ലവോദിക്ക, ഇങ്ങനെ 7 സഭകൾ. ഞാൻ ഈ 7 സഭകളെ കുറിച്ച് 2 കാര്യങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ ഈ സംഭവങ്ങൾ കാണുമ്പോൾ, ഈ പറയുന്ന 7 സഭകൾ നിലവിലുണ്ടായിരുന്ന 7 സഭകളാണ്. എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. ഈ 7 സഭകൾ നിലവിലുണ്ടായിരുന്ന 7 സഭകളാണ്. അപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം അറിയണം, ഈ 7 സഭകൾക്ക് 7 സവിശേഷ സ്വഭാവങ്ങളുണ്ടായിരുന്നു. ഈ 7 സ്വഭാവങ്ങൾ പെന്തക്കോസ്ത് മുതൽ ഉൽപ്രാവണം വരെയുള്ള സഭാകാലങ്ങളുമായി വളരെ ബന്ധമുള്ള സ്വഭാവങ്ങളുമാണ്. ഈ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് കുറച്ച് വിശദീകരണങ്ങളാണ്. ഇത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് കേൾക്കണം. ഈ 7 സഭകളുടെ 7 സ്വഭാവം ഈ പെന്തക്കോസ്ത് മുതൽ ഉൽപ്രാവണം വരെയുള്ള സഭകളുടെ പൊതു സ്വഭാവങ്ങളുമായി ബന്ധമുള്ളതാണ്. ഞാൻ ഇനി ആ 7 സഭകളുടെ സ്വഭാവം ഒന്ന് പറയാം. നമ്മൾ ഈ എഫെസോസ് ചർച്ചിനെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. എഫെസോസ്, ഈ എഫെസോസ് ചർച്ചിൻ്റെ സ്വഭാവം എന്താണെന്നറിയാമോ? ദ ലവ്ലെസ് ചർച്ച് എന്നാണ്. ദ ലവ്ലെസ് ചർച്ച്. ആ സ്വഭാവത്തിൽ സഭ തുടർന്ന ഒരു കാലം ഉണ്ടെന്നാണ് വേദപണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നത്. അത് ഏതാണ്ട് പെന്തക്കോസ്ത് മുതൽ AD 100 വരെയുള്ള കാലഘട്ടങ്ങളാണ്. ദ ലവ്ലെസ് ചർച്ച്. രണ്ടാമത്തെ ചർച്ചാണ് സ്മുർന. ഈ ചർച്ചിൻ്റെ സ്വഭാവം ദ പെർസിക്യൂട്ടഡ് ചർച്ച് എന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉലക ചരിത്രത്തിൽ സഭ ഏറ്റവും അധികം പീഡനത്തെ കണ്ട ഒരു കാലഘട്ടം. ഈ സഭയുടെ സ്വഭാവമുള്ള കാലയളവെന്ന് പറയുന്നത് AD 100 മുതൽ AD 313 വരെയുള്ള കാലഘട്ടങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഏതാണ്ട് 38 റോമൻ ചക്രവർത്തിമാരാണ് റോമൻ സാമ്രാജ്യത്തെ ഭരിച്ചത്. ആ 38 ചക്രവർത്തിമാരുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഭീകരമാണ്. കാരണം അങ്ങനെയുള്ള ചക്രവർത്തിമാരാണ്. അതുകൊണ്ടാണ് ആ സഭാകാലഘട്ടത്തെ ദ പെർസിക്യൂട്ടഡ് ചർച്ച് എന്ന് പറയുന്നത്, സഭ പീഡിപ്പിക്കപ്പെട്ട കാലം. അതുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് ജീവിച്ച തെർത്തുല്യൻ പറഞ്ഞത്, ബ്ലഡ് ഓഫ് ദി മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദി ചർച്ച്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയുടെ വിത്ത്. അത്ര രക്തസാക്ഷികൾ ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പലരും വിശ്വാസത്തിലേക്ക് വരുന്നത് ദൈവം മാനിക്കും, ദൈവം ആദരിക്കും, ദൈവം ഉയർത്തും, ദൈവം അനുഗ്രഹിക്കും, ദൈവം അഭിഷേകം ചെയ്യും, ഇങ്ങനെ കേട്ടാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. പക്ഷേ അന്ന് അവർ വിശ്വാസത്തിലേക്ക് വന്നത് രക്തസാക്ഷികളുടെ രക്തത്തിൽ ചവിട്ടിയ അവർ കർത്താവിനെ കണ്ടിട്ട് ഇറങ്ങി വരികയായിരുന്നു. ആ കാലഘട്ടമാണ് ദ പെർസിക്യൂട്ടഡ് ചർച്ചിൻ്റെ കാലഘട്ടം. വേണമെങ്കിൽ ഞാൻ ആ ചക്രവർത്തിമാർ, ചില പ്രധാനപ്പെട്ട ചക്രവർത്തിമാരുടെ പേര് പറയാം. ഒന്നാമത്തെ ചക്രവർത്തിയായിരുന്നു ട്രാജൻ, 2 അന്റോണിയസ്, 3 മാർക്കസ്. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഈ 38 ചക്രവർത്തിമാർ ക്രൂരമായി പീഡിപ്പിച്ചു. ആ പീഡനത്തിൻ്റെ രീതികളൊക്കെ ഉണ്ട്. വിസ്താര ഭയത്താൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 3-ാമത്തെ സഭയാണ് പെർഗമോസ്. ഈ പെർഗമോസ് ചർച്ചിനെ വിളിക്കുന്ന പേരാണ് ദ കോംപ്രമൈസിങ് ചർച്ച്. ദ കോംപ്രമൈസിങ് ചർച്ച്. ഈ കോംപ്രമൈസിങ് ചർച്ച് എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ഈ AD 313 അവസാനത്തെ റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റൈൻ മതപരിവർത്തനം നടത്തി. അതായത് മനപരിവർത്തനമില്ലാതെ മതപരിവർത്തനം നടത്തിയപ്പോൾ പീഡിപ്പിക്കപ്പെട്ട സഭ പെട്ടെന്ന് രാജാവിൻ്റെ സഭയായപ്പോൾ ഈ രാജകീയ സഭയ്ക്കകത്തേക്ക് അദ്ദേഹത്തിൻ്റെ കുറേ പരിവാരങ്ങളും കൂടെ മനപരിവർത്തനമില്ലാതെ മതപരിവർത്തനം നടത്തി. അപ്പം അങ്ങനെ വന്നപ്പോൾ ചർച്ച് ഉപദേശങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ചക്രവർത്തി സഭയുടെ ഉപദേശങ്ങളുടെ അകത്ത് ഇടപെടുവാൻ തുടങ്ങി. അതാണ് ഈ കോംപ്രമൈസ് ചർച്ചിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം ചക്രവർത്തിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപദേശം ചേഞ്ച് ചെയ്തു. അതാ ദ കോംപ്രമൈസിങ് ചർച്ച്. അതേതാണ്ട് 538 വരെയുള്ള കാലമാണ്. അതിനുശേഷമുള്ള കാലം തുയതൈര. ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ദ കറപ്റ്റ് ചർച്ച് എന്ന്. ദ കറപ്റ്റ് ചർച്ച്. ഞാൻ ഈ കറപ്റ്റ് ചർച്ചിനെ കുറിച്ച് പറയുമ്പോൾ
അതൊരു വലിയ കാലഘട്ടമാണ്. 538 മുതൽ ഏതാണ്ട് 1516 വരെയുള്ള കാലഘട്ടമെന്നാണ് പൊതുവെ അഭിപ്രായപ്പെടുന്നത്. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളികമല്ലാത്ത മുഴുവൻ ദുരുപദേശങ്ങളും ക്രൈസ്തവ സമൂഹത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിയ ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ദ കറപ്റ്റ് ചർച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ കോംപ്രമൈസിങ് ചർച്ചും ദ കറപ്റ്റ് ചർച്ചും ആ ഒരു ദീർഘകാലഘട്ടങ്ങളിൽ സഭയ്ക്കകത്തേക്ക് വന്നത് എന്താണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ചർച്ചും സ്റ്റേറ്റും തമ്മിൽ ഐക്യപ്പെട്ടു. അതായത് സഭയും രാഷ്ട്രവും തമ്മിൽ, സഭയും രാഷ്ട്രീയവും തമ്മിൽ സമരസപ്പെട്ടു. ചർച്ചിനകത്ത് രാഷ്ട്രീയം കലർന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, ചക്രവർത്തി ചർച്ചിനകത്ത് ഇടപെടാനായിട്ട് തുടങ്ങി. എംപറർ ഇൻഫ്ലുവൻസിങ് ഡോക്ട്രിൻ, എംപറർ ഡോക്ട്രിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് ചർച്ചും സ്റ്റേറ്റും തമ്മിൽ കൈകോർത്തു എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞോട്ടെ. സ്തോത്രം. ചിലപ്പോൾ ചിലർക്ക് നോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കർത്താദാസനോട് അനുവാദം ചോദിച്ചത്. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, വൈകിട്ട് വരണേ. സ്തോത്രം. ഈ പറയുന്നതല്ല, ഇച്ചിരൂടെ കഴിയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആമേൻ. ഓക്കെ, അടുത്തതാണ് ഈ റൈസ് ഓഫ് പേപ്പൽ അതോറിറ്റി, മാർപ്പാപ്പയുടെ അധികാരത്തിൻ്റെ ഉദയം. അതായത് മുഴു സഭയുടെയും അധികാരത്തിലേക്ക് മാർപ്പാപ്പ എത്തുകയാണ്. അടുത്തതാണ് ഇൻഫന്റ് ബാപ്റ്റിസം, ശിശുസ്നാനത്തിൻ്റെ സ്ഥാപനം. അടുത്ത കാര്യമാണ് ഈ വർഷിപ്പ് ഓഫ് സെയിൻസ് ആൻഡ് ഏഞ്ചൽസ്, ദൂതന്മാരെയും വിശുദ്ധന്മാരെയും ആരാധിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് ഈ മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥന ആരംഭിച്ചത്. ഞാൻ ആ വാക്കുകൾ പറഞ്ഞത് മറക്കരുത്. ഒന്ന്, ദ കോംപ്രമൈസിങ് ചർച്ച്. രണ്ട്, ദ കറപ്റ്റ് ചർച്ച്. ഈ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങൾ കയറുന്നത്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് മരിയോളജി എന്ന് പറയും. മരിയോളജി, അതായത് മരിയൻ ഡോക്ട്രിൻ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിശുദ്ധ മാതാവ്, ദൈവമാതാവ്, അതിനൊരു പേരുണ്ട്, മദർ ഓഫ് ഗോഡ്, തിയോട്ടോക്കസ്, അങ്ങനെ അതിന് പറയുന്നത്. തിയോട്ടോക്കസ്, മദർ ഓഫ് ഗോഡ്. അതായത് യേശുവിൻ്റെ അമ്മയായ മറിയെ ദൈവമാതാവായി അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇപ്പോൾ അതൊന്ന് തിരുത്തിയിട്ടുണ്ട്. അത് ഞാൻ അല്പം കൂടെ കഴിഞ്ഞിട്ട് പറയാം. ദൈവമാതാവായി. ഇനിയും അടുത്തതാണ് ഈ പർഗറ്ററി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ശുദ്ധീകരണ സ്ഥല സംബന്ധമായ പഠിപ്പിക്കൽ. അതായത് ഈ മരണാനന്തര ശുദ്ധീകരണ പ്രക്രിയയിലൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഐഡിയ ഓഫ് ആഫ്റ്റർ ഡെത്ത് ക്ലൻസിങ്. മരണത്തിനപ്പുറത്ത്, അതായത് കുറച്ച് പാപമൊക്കെ ചെയ്താലും കുഴപ്പമില്ല, മരണത്തിനപ്പുറത്ത് ശുദ്ധീകരണ സ്ഥലത്തൂടെ പോയി ഇങ്ങനെ പെതുക്കെ പാടിയും പുകച്ചുമൊക്കെ മേളിലോട്ട് കയറ്റാം. മരണത്തിനപ്പുറത്ത്. അത് ബൈബിളിൻ്റെ പഠിപ്പിക്കലിന് നേരെ വിപരീതമായ പഠിപ്പിക്കലാണ്. ബൈബിൾ പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ലൈഫ് ടൈമിൽ ഒരാൾ എന്ത് ചെയ്യുന്നോ അതിന് തക്കവണ്ണമാണ് മരണത്തിനപ്പുറത്തുള്ള കാര്യം. അല്ലാതെ മരണത്തിനപ്പുറത്ത് ഇഡ്ഡലി സാമ്പാറും കൊടുക്കുന്നത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ചിലക്ക് മനസ്സിലായി എന്നാ കരുതുന്നത്, ചിലക്ക് പിടികിട്ടില്ല. ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ? അപ്പോൾ ആറാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇനിയും മറ്റൊന്ന് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കുർബാന യേശുക്രിസ്തുവിൻ്റെ സാക്രിഫൈസിന് പകരമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, യുക്കാരിസ്റ്റ് ബിക്കം എ റീസാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ ആ കുരിശിലെ യാഗത്തിൻ്റെ പുനരാവിഷ്കരണമാണ് എന്ന് പറയാനായിട്ട് തുടങ്ങി. അതുമാത്രമല്ല, പ്രതിമാരാധന എന്ന് പറയുമ്പോൾ
അവർ ചിലപ്പോൾ പറയാറുണ്ട് പ്രതിരൂപങ്ങളാണ്, അല്ലാതെ വിഗ്രഹമല്ല. ഈ സംഭവം ചർച്ചിനകത്ത് കയറി ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി. ഈ അടുത്ത ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബൈയിങ് ഫോർഗീവ്നെസ്. പാപത്തിന് വില കൊടുക്കുക, പാപക്ഷമയെ വില കൊടുത്തു വാങ്ങുക. അതായത് പാപം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റു പറയണ്ട, പാപം ചെയ്ത പള്ളിയിൽ ചെല്ലുക, 10 രൂപ കൊടുക്കുക, പാപക്ഷമ വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോവുക. എന്നെ എളുപ്പമായിരുന്നു. എന്നാ ചെയ്താൽ എന്നെ 10 രൂപ കൊണ്ട് രക്ഷപ്പെടാമല്ലോ. അപ്പോൾ നിങ്ങൾ വിണ്ടുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. 10 രൂപ കൊണ്ട് പാപക്ഷമ തരുന്ന ദൈവത്തെയാണ് അവർക്ക് അറിയാവുന്നത്. ഗ്ലോറി. അപ്പം പാപക്ഷമ വില കൊടുത്തു വാങ്ങുക. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി സകല അബദ്ധ ഉപദേശങ്ങളും, ബൈബിളിനപ്പുറത്തുള്ള സകല പഠിപ്പിക്കലുകളും സഭയ്ക്കകത്തേക്ക് രംഗപ്രവേശം ചെയ്ത കാലഘട്ടമാണ് ഈ പറഞ്ഞ കാലഘട്ടം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ആമേൻ. ദ കോംപ്രമൈസിങ് ചർച്ച്, ദ കറപ്റ്റ് ചർച്ച്. അത് കഴിഞ്ഞുള്ള സഭാകാലമാണ് ഈ സർദീസ് എന്ന് പറയുന്നത്. സർദീസ്, ഈ സർദീസ് എന്ന സഭാകാലം, ആ സ്വഭാവമുള്ള സഭാകാലം, സഭ അബദ്ധ ഉപദേശങ്ങൾക്കെതിരെ തിരിഞ്ഞു ഒരു കാലമാണ്. അത് ഏതാണ്ട് 1516 മുതൽ 1750 വരെ എന്നാണ് പറയുന്നത്. അബദ്ധോപദേശങ്ങൾക്കെതിരെ സഭ തിരിഞ്ഞു ഒരു കാലം. ഈ അബദ്ധോപദേശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അടുത്ത സമയത്ത് കത്തോലിക്ക സഭ പറഞ്ഞില്ലേ, സകരക്ഷകയല്ല ഒറ്റ രക്ഷകനെ ഉള്ളെന്ന്. ആ സംഭവങ്ങളൊക്കെ ചർച്ചിനകത്തോട്ട് കയറിയ കാലഘട്ടമാണ് ഞാൻ ആദ്യം പറഞ്ഞ കാലഘട്ടം. ഇവിടെ സഭ അതിനെതിരെ തിരിഞ്ഞു. അതിൻ്റെ പിന്നിൽ ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് മാർട്ടിൻ ലൂതർ. അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുണ്ട്. ഒന്ന്, സോള ക്രിസ്റ്റോസ്, ക്രൈസ്റ്റ് അലോൺ. എല്ലാവരും കൂടെ പറഞ്ഞേ, ക്രൈസ്റ്റ് അലോൺ. അതാ പറഞ്ഞേ. സഹരക്ഷകന്മാർ ഒക്കെ രംഗപ്രവേശം ചെയ്തപ്പോ മാർട്ടിൻ ലൂതർ പറഞ്ഞു, അങ്ങനല്ല, ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ. ആരാണ്? യേശു. ക്രൈസ്റ്റ് അലോൺ. എല്ലാവരും കൂടെ പറഞ്ഞേ, ക്രൈസ്റ്റ് അലോൺ. ക്രൈസ്റ്റ് പ്ലസ് പ്ലസ് ഇല്ല, ക്രൈസ്റ്റ് അലോൺ. യേശു ക്രിസ്തു മാത്രം. അടുത്ത വന്നാണ് സോള ഗ്രേഷ്യ, ഗ്രേസ് അലോൺ. ഗ്രേസ് പ്ലസ് പ്ലസ് ഇല്ല, ഗ്രേസ് അലോൺ. അതെങ്ങനെ പറയുന്നത്? കൃപയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ഗ്രേസ് അലോൺ. രക്ഷയ്ക്ക് ഒരു മെറിറ്റും ഇല്ല. രക്ഷയുടെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അതിൻ്റെ പേരാണ് ഗ്രേസ്. ആമേൻ. അടുത്ത വന്നാണ് സോള ഫിഡെ, ഫെയ്ത്ത് അലോൺ. ഫെയ്ത്ത് അല്ല, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പണം കൊടുത്ത് പാപക്ഷമയെ വാങ്ങാം എന്ന് പറയുന്നിടത്ത പറയുന്നത് നോ 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 നോ, ഫെയ്ത്ത് അലോൺ. വിശ്വാസം മാത്രം. അതാ പറഞ്ഞു, വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ഫെയ്ത്ത് അലോൺ. സ്തോത്രം. പിന്നെ അപ്പോൾ ഒന്ന് സോള ക്രിസ്റ്റോസ്, 2 സ്ക്രിപ്ചർ അലോൺ, വചനം മാത്രം. വചനം പ്ലസ് പ്ലസ് പറഞ്ഞെടുത്താ പറയുന്നത്. അപ്പൊ ഇങ്ങനെ സഭ അബദ്ധ ഉപദേശങ്ങൾക്കെതിരെ തിരിഞ്ഞു ഒരു കാലഘട്ടം. അതാണ് ഈ സർദീസിന്റെ സ്വഭാവമുള്ള സഭാകാലയളവ്. പിന്നീട് വന്ന സഭാകാലയളവാണ് ഫിലദൽഫിയയുടെ സ്വഭാവമുള്ള സഭാകാലയളവ്. അത് ഏതാണ്ട് 1750 മുതൽ 1900 വരെയാണ്. ആ കാലഘട്ടത്തിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തന്മാരായ അഭിഷക്തന്മാർ ഉദയം കൊണ്ടത്. നിങ്ങൾ ലോകചരിത്രത്തിൽ ദൈവം ഉപയോഗിച്ച ഏറ്റവും ശക്തന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അവരുടെ കാലഘട്ടമാണ് ഫിലദൽഫിയയുടെ കാലഘട്ടം. അത് ജോൺ വെസ്ലി ആകട്ടെ, ചാൾസ് ഫിന്നി ആകട്ടെ, D.L. മൂഡി ആകട്ടെ, C.H. സ്പർജൻ ആകട്ടെ, ഇങ്ങനെയുള്ള മഹാന്മാർ എല്ലാം ഉദയം കൊണ്ട കാലഘട്ടം. ആ ചർച്ചിൻ്റെ പേരാണ് ദ ഫെയ്ത്ത്ഫുൾ ചർച്ച്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, റിയലായിട്ടുള്ള റിവൈവൽ ഏത് സഭയിലാണ് വ്യാപരിക്കുന്നതെന്ന് അറിയാമോ? ദ ഫെയ്ത്ത്ഫുൾ ചർച്ചിനകത്താണ്. ഒരാമയും പറഞ്ഞാട്ട്. സ്തോത്രം. അടുത്ത ചർച്ചാണ് ലവോദിക്ക ചർച്ച്. അവിടെയാണ് നമ്മളുടെ ചിന്ത നിൽക്കുന്നത്. നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഈ ലവോദിക്ക ചർച്ചിൻ്റെ പൊതു സ്വഭാവം, അതിൻ്റെ പൊതു രീതി എന്താണെന്നറിയാമോ? ദ ലുക്വാം ചർച്ച് എന്നാണ്. അതിന് ഞാൻ അല്പം കാര്യമായിട്ടൊന്ന് പറയാം, എന്നോടൊപ്പം വരണം. ഈ ലവോദിക്ക ചർച്ച് അത് വാസ്തവത്തിൽ തുടങ്ങുന്നത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യം നോക്കിയാൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലവോദിക്ക സഭയുടെ ദൂതന് എഴുതുക. എല്ലാവരും കൂടെ പറഞ്ഞു, ലവോദിക്ക സഭയുടെ. ഞാൻ ഈ ലവോദിക്കയെ കുറിച്ചൊന്ന് പറയാം. ലവോദിക്ക
ലൈക്കസ് താഴ്വരയിലുള്ള ഒരു പട്ടണമാണ് ലവോദിക്ക. ഇതൊരു സമ്പന്ന നഗരമാണ്. സിയൂസ് ഉൾപ്പെടെയുള്ള യവനായ ജാതീയ ദേവതകളെ ആരാധിക്കുന്ന ആരാധന സംസ്കാരമുള്ള ഒരു കാലം, അങ്ങനെ ഒരു നാട്. അവിടെയുള്ള യഹൂദ ജനത പോലും ഇങ്ങനെയുള്ള സംസ്കാരത്തിനകത്തേക്ക് ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. അതാണ് ഈ ലവോദിക്ക എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ ലവോദിക്ക സഭയുടെ ദൂതൻ എന്ന് വായിക്കുന്നുണ്ടല്ലോ. ലവോദിക്ക സഭയുടെ ദൂതൻ, ഒരു സാധാരണക്കാരനായ ആള് ലവോദിക്ക സഭയുടെ ദൂതൻ എന്ന് വായിക്കുമ്പോൾ ഗബ്രിയേലിനെ പോലെ മീഖായേലിനെ പോലെ ഒരു ദൂതനാണെന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനല്ല. ലവോദിക്ക സഭയുടെ ദൂതൻ എന്ന് പറയുന്നത് ആ സഭയുടെ ശുശ്രൂഷകനാണ്. ശുശ്രൂഷകനെയാണ് ദൂതൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ചോദ്യം, സഭയുടെ പാസ്റ്ററെ ദൂതൻ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് എനിക്ക് പുസ്തകത്തിൽ നിന്ന് മനസ്സിലായത്. ഞാനൊരു 3 തെളിവ് തരാം. ഒന്നാമത്തെ തെളിവ് ഹഗ്ഗായി 1:13. അതിൽ വായിക്കുന്നു, യഹോവയുടെ ദൂതനായ ഹഗ്ഗായി. ഹഗ്ഗായിയെ വിളിച്ച പേരാണ് ദൈവത്തിൻ്റെ ദൂതൻ. ഇനി മലാക്കി 2:7, പുരോഹിതൻ മെസ്സഞ്ചർ, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ. പുരോഹിതൻ ആരാ? സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം, നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരും ക്രിസ്തുവിൻ്റെ മഹത്വവും ആകുന്നു. അപ്പം യഹോവയുടെ ദൂതനായ ഹഗ്ഗായി എന്നും പുരോഹിതൻ ദൈവത്തിൻ്റെ ദൂതനാണെന്നും നമ്മുടെ സഹോദരന്മാർ സഭകളുടെ ദൂതന്മാരാകുന്നുവെന്നും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ലവോദിക്ക സഭയുടെ ദൂതൻ ആ സഭയുടെ ശുശ്രൂഷകനാണ്. ഓക്കെ, ഇനി അടുത്ത വാക്യത്തിലേക്ക് വന്ന് ലവോദിക്ക സഭയുടെ ദൂതന് എഴുതുക. അടുത്ത വാക്ക്, വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ആ വാക്കില് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഒന്നുകൂടെ നോക്കി. വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. ഇതിൻ്റെ പേരാണ് ക്രൈസ്റ്റ് റെവലേഷൻ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ഉച്ചത്തിൽ പറ. ക്രൈസ്റ്റ് റെവലേഷൻ. ഇത് ലവോദിക്ക സഭയ്ക്ക് മാത്രമല്ല കേട്ടോ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകൾക്കും ഇതുപോലെ ഒരു റെവലേഷൻ കർത്താവ് കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. ഞാനത് ഒന്ന് തുറന്ന് കാട്ടിയിട്ട് അതിൻ്റെ പിന്നിലെ കാരണം ഞാൻ പറയാം. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം നോക്കി. എഫെസോസ് സഭയോട് പറയുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. അവിടെയാ കർത്താവ് ആ ഒരു റെവലേഷൻ പറയുന്നത്. 8-ാമത്തെ വാക്യം, സ്മുർന സഭയോട് പറയുക, ഞാൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. 12-ാമത്തെ വാക്യം, പെർഗമോസിനോട് പറയുക, മൂർച്ചയേറിയ ഇരുവായുത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. 3:1 2:12 പെർഗമോസിനോട് പറയുക, മൂർച്ചയേറിയ ഇരുവായുത്തല വാളുള്ളവൻ അരുളി ചെയ്യുന്നത്. 2:18 തുയഥൈരോട് പറയുക, അഗ്നിജ്വാലയ്ക്കത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. 3:1 സർദീസിനോട് പറയുക, ദൈവത്തിൻ്റെ പറഞ്ഞു കാണാമല്ലോ അല്ലേ, സ്ക്രീനിൽ കാണാമല്ലോ അല്ലേ, കാണാമല്ലോ, ഉറക്കെ വായിച്ചോ. ദൈവത്തിൻ്റെ 7 ആത്മാവും പുന്നപ്പറയുടെ വയലാരിൽ കയ്യൂരിൽ വെള്ളൂരിൽ ഞങ്ങൾക്കായി മരിച്ചവരെ, ഇഞ്ചിഞ്ചായി മരിച്ചവരെ നിങ്ങളുടെ ചങ്കിലെ ചോരയിൽ മുക്കിയ എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ല കാര്യമാണ് പുസ്തകത്തിലുള്ളത് പറയുന്നത്. അതുകൊണ്ട് പറയാൻ ഒട്ടും മടി കാണിക്കേണ്ട, ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞോ. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇനി 3:7 വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. 3:14 അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസ്തനും സത്യവാനുമായി സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നമുക്ക് കർത്താവിനോടൊന്ന് ചോദിക്കാം, കർത്താവേ, ഈ 7 സഭകൾക്കും 7 ദൂതെഴുതിയപ്പോ അങ്ങ് 7 വെളിപ്പാടുകൾ കൊടുത്തില്ലേ? എന്തിനാണ്? ഒറ്റ ഉത്തരമാണ്,
സഭയ്ക്ക് വേണ്ടുന്ന റെവലേഷൻ ക്രൈസ്റ്റ് റെവലേഷനാണ്. എല്ലാ കാലഘട്ടത്തിലും ജീവിക്കുന്ന സഭയ്ക്ക് വേണ്ടുന്ന ഒറ്റ റെവലേഷനേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ക്രൈസ്റ്റ് റെവലേഷൻ. സ്വതന്ത്രം. സഭയ്ക്ക് വേണ്ടുന്നത് അബ്രഹാമിൻ്റെ റെവലേഷൻ അല്ല, സഭയ്ക്ക് വേണ്ടുന്നത് ഇസഹാക്കിന്റെ റെവലേഷൻ അല്ല, സഭയ്ക്ക് വേണ്ടുന്നത് യാക്കോബിന്റെ റെവലേഷൻ അല്ല, ഹാഗാറിന്റെയും ലേയുടെയും സാറായുടെ റെവലേഷൻ അല്ല, ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും ഏലിയാവിന്റെയും ഏലിശയുടെയും വെളിപ്പാടല്ല സഭയ്ക്ക് വേണ്ടുന്നത്. സഭയ്ക്ക് വേണ്ടുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. പാസ്റ്ററെ, അതെന്തിനാ ഈ സഭയ്ക്ക് ക്രിസ്തു വെളിപ്പാട്? ഒറ്റ ഉത്തരവാ എൻ്റെ പ്രിയരെ, നമുക്കുണ്ടാകേണ്ടുന്നത് ക്രിസ്തു സമാനതയാണ്. കേട്ടെന്നാ ഞാൻ കരുതുന്നത്. എന്നാ വേണ്ടേ? ക്രിസ്തു സമാനതയില്ലാതെ ഇവിടെ എന്നെല്ലാം പരിപാടി കാണിച്ചിട്ടും ഒരു ഗുണമില്ല. സ്തോത്രം. ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഒന്നാം തരമായിട്ട് പ്രസംഗിക്കും. പിന്നെ സ്വർഗം, മരണാനന്തര ശരീരം, ശരീരത്തിൻ്റെ സവിശേഷത, യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ഉയർപ്പ്, ഇതൊക്കെ ഞങ്ങളങ്ങ് പറയും. വീണ്ടും കാണുക എന്നൊക്കെ പറയും. പക്ഷേ ക്രിസ്തു സമാനതയിൽ വരാത്ത ഒരാൾക്ക് പുനരുത്ഥാനം സാധ്യമല്ല. ഞാൻ നിങ്ങളോട് പറയാം, ക്ലീൻ ഷേവ് അല്ല ക്രിസ്തു സമാനത. ആഭരണ ഭർജനവും വെള്ളവസ്ത്രധാരണവും അല്ല ക്രിസ്തു സമാനത. ഒരുപക്ഷെങ്കിൽ നമ്മൾ ആത്മീയതയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ചെയ്തു പോകും. പക്ഷേ അത് മാത്രം ക്രിസ്തു സമാനതയായി കാണരുത്. ക്രിസ്തു സമാനത വ്യത്യസ്തമാണ്. എന്നോടൊപ്പമുണ്ടോ? സ്വോത്രം സ്വോത്രം സ്വോത്രം. ഈ 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ വാക്യം അറിയോ? പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പറഞ്ഞു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, ഉച്ചത്തിൽ വായിച്ചോ, നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകുണ്ട്. നാം അവനോട്, ഒന്നുകൂടെ വായിച്ചേ. ആ ആ ആ ആ ശരി. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായത് തന്നെ? നിങ്ങൾക്ക് എന്നാ മനസ്സിലായേ? സിമ്പിളായിട്ട് പറയാം. യേശു വെളിപ്പെടുമ്പോൾ യേശു എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ യേശുവിനെ കാണും. കണ്ടാൽ ഞാൻ യേശുവിനെ പോലെ ആകും. ഇതൊരു വലിയ കാര്യമല്ലേ? എന്ന് നാം അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പാ. നമ്മൾ ആ ഫുൾ സ്റ്റോപ്പ് ഇട്ടങ്ങ് നിർത്തരുത്. അടുത്ത വാക്യം കൂടെ വായിക്കണം. അടുത്ത വാക്യം എന്നാ? എല്ലാം എപ്പോ? പറഞ്ഞോ, എപ്പോഴാ നിർമ്മലീകരിക്കുന്നത്? മൂക്കി 2 കെട്ട് പഞ്ഞിയൊക്കെ വെച്ച് മര്യാദയില്ലാതെ ഈ പഞ്ഞി വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോർച്ചറി പോകണം, വലിയ 2 കെട്ട് പഞ്ഞി കത്രികയിൽ എടുത്തിട്ട് കുത്തി അങ്ങ് കയറ്റുക. മര്യാദയില്ലാതെ പഞ്ഞി വെക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു അവർ ചെയ്യുന്നു. അപ്പം അവിടെ നമ്മൾ മൂക്കിൽ 2 കെട്ട് പഞ്ഞിയൊക്കെ വെച്ച് താടിക്കൊരു കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ സ്യൂട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് കയ്യിലൊരു ബൊക്കയൊക്കെ പിടിച്ച് അല്ലേ ഇങ്ങനെ കിടക്കുമ്പോഴാണോ ക്രിസ്തു സമാനത? അല്ല. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. ഏത് പ്രത്യാശ? പറഞ്ഞോ. അവൻ പ്രത്യക്ഷനാകുമ്പോ ഞാൻ അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് ഞാൻ അവനോട് സദൃശ്യനാകും എന്ന പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനാകുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത് ക്രിസ്തു സമാനത. സ്വതന്ത്രം. ക്രിസ്തു സമാനത.
അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ എത്ര കിലോമീറ്റർ വണ്ടി വിളിച്ച് പോയിട്ടുണ്ടെന്നറിയോ? സ്തോത്രം. കോട്ടയത്തു നിന്നൊക്കെ തിരുവല്ലയിലൊക്കെ വന്നിട്ടുണ്ട് പ്രസംഗം കേൾക്കാൻ. അങ്ങനെ എത്ര കിലോമീറ്റർ വണ്ടി പിടിച്ച് പോയിട്ടുണ്ട്. നിങ്ങളെല്ലാ ആഴ്ചയിലും കേൾക്കുകയല്ലേ? ഇതെല്ലാം കേട്ടിട്ടും ക്രിസ്തു സമാനതയിൽ വന്നില്ലെങ്കിൽ മരിച്ചാൽ അന്തസ്സായിട്ടടക്കും, ഒരു കുറവും വരത്തില്ല. പക്ഷേ ക്രിസ്തു സമാനത ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരു ഗുണമില്ല പ്രിയരെ. സ്തോത്രം. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ അച്ഛൻ ഈ ഒരു ദിവസം 4 സെഷനിലൊക്കെ നിന്ന് മിനിസ്ട്രി ചെയ്യുക എങ്ങനെ നടക്കുമെന്നുള്ളതാണ്. ഇഷ്ടംപോലെ പ്രസംഗം കേൾക്കുക, നിരന്തരം പ്രസംഗം കേൾക്കുക. പക്ഷെ ക്രിസ്തു സമാനത ഉണ്ടായില്ലെങ്കിൽ ക്യാ ഗുണം? എന്നോടൊപ്പം ഉണ്ടോ? സ്തോത്രം. എനിക്കറിയാം, ഈ വളരെ ശക്തമായി കർത്താവ് ഉപയോഗിക്കുന്നവരാ ഇവിടെ വരുന്നവർ മൊത്തം. സ്തോത്രം. പക്ഷെ ഇന്ന് എനിക്ക് ദൈവം തന്നത് ഇത് പറയാൻ വേണ്ടിയാ. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ, തുടങ്ങിയതേ ഉള്ളൂ. വളരെ ഗൗരവമുള്ളിടത്തേക്കാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ പ്രൊജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ ബൈബിളും കൊണ്ട് വരുന്ന പരിപാടി പണ്ടേ ഇല്ല, ഇത് കൊണ്ടുവരത്തില്ല. കയ്യിൽ വേറെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഫേസ്ബുക്കിൽ. ഒറ്റ കുത്തുകുത്തി ബൈബിള് നേരെ ഫേസ്ബുക്കായി. അപ്പോഴാണ് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഒറ്റ കുത്തുകുത്തി ബൈബിള് നേരെ യൂട്യൂബായി. പിന്നെ ഒന്ന് സ്കിപ്പ് ചെയ്തു, അതിനൊരു കമൻ്റ് ഇട്ടു, ഒന്ന് ലൈക്ക് ചെയ്തു, അതിൻ്റെ കീഴിൽ വേറൊരു കമൻ്റ് ഇട്ടു. ഇതിങ്ങനെ അങ്ങ് പോവുക. ഇപ്പം ചർച്ച വരുമ്പം ഈ പുസ്തകമാണ് നല്ലത്. രാമൻ പറഞ്ഞു, ബൈബിൾ കൊണ്ടുവന്നവർ അത് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, ഞാൻ ഒത്തിരി ഈ ഗാഡ്ജറ്റുകൾ യൂസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഐപാഡുണ്ട്, ഫോണുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ബൈബിൾ വായിക്കുമ്പോൾ കിട്ടുന്നത് പോലെ റെവലേഷൻ ഉണ്ടല്ലോ, വേറെ ഒരു പുസ്തകം ഒരു ഗാഡ്ജറ്റ് ഉപയോഗിച്ചാലും കിട്ടത്തില്ല. ഇത് തുറന്ന് വായിക്കുമ്പോൾ ഒരു കണക്ഷനുണ്ട്. അത് പക്ഷേ ഇതിനകത്ത് വായിച്ചാൽ കിട്ടത്തില്ല. ഞാൻ സത്യം പറയുന്നത്. ആമേൻ. ഇത് ഐപാഡാണ്, പക്ഷേ ഇത് ടാബിബ്ലിയ, ദ ബൈബിൾ. ഓ, ഒരാമേൻ പറഞ്ഞാട്ടെ. ഇതിനെയാണ് തിരുവെഴുത്തെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഇനി നമ്മൾ ഈ കൊണ്ടുവന്നാലും ചിലരുടെ പ്രത്യേകത തുറക്കേണ്ടത് തുറക്കത്തില്ല. പാസ്റ്റർ ലേഖനം പ്രസംഗിക്കും, അച്ഛ സങ്കീർത്തനം എടുത്തു വെച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഒന്ന് തുറന്നാൽ പിന്നെ നമ്മൾ അടയ്ക്കത്തില്ല, അത് തുറന്നത് അങ്ങ് വെച്ചേക്കുക. പാസ്റ്റർ സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിക്കും, അച്ഛൻ ലേഖനം എടുത്തു വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. ഒന്നീ തുറക്കത്തില്ല, തുറന്നാൽ തുറക്കേണ്ടത് തുറക്കത്തില്ല. അതുകൊണ്ട് ഈ സ്ക്രീനൊക്കെ ഉള്ളതൊരു വലിയ ആശ്വാസമാണ്. കാരണം കണ്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇതിങ്ങനെ ഈ ദർശനം ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം പലകയിൽ തെളിവായി എഴുതുക. ഒരു പക്ഷേ ഇതിനെക്കുറിച്ചായിരിക്കും കാലേക്കൂട്ടി പറഞ്ഞത്, പലകയിൽ തെളിവായിട്ട് എഴുതുക. അതിൽ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, വായിക്കുന്നവൻ ഓടണം, ഓടുന്നവൻ വായിക്കണം. വായിച്ചു കഴിഞ്ഞാൽ ഓടണം. 2, ഓടിപ്പോകുന്നവൻ ആ വിധത്തിൽ എഴുതണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിലോട്ട് നോക്കിക്കോണം. അപ്പം ആ ഭാഗം ശ്രദ്ധിച്ച്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം പറഞ്ഞോ, അവൻ നിർമ്മലനാകുന്നത് പോലെ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ഇപ്പൊ പറഞ്ഞോ മനസ്സിലായോ എന്ന് ചോദിച്ചു. സ്തോത്രം. യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ. എന്റെ പ്രിയരെ, ഈ വാക്യത്തിന്റെ മുന്നിൽ വരുമ്പോൾ രോഗസൗഖ്യം അല്ല മെയിൻ, കൊച്ചിനെ കെട്ടിക്കുന്നതല്ല വിഷയം, വീസയല്ല വിഷയം, കടവല്ല വിഷയം, ജോലിയല്ല വിഷയം. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. അതാ ഞാൻ പറഞ്ഞത്, സഭയ്ക്ക് വേണ്ടുന്നത് ക്രിസ്തു സമാനതയാണ്. ഇത് പടർന്നു കിടക്കുക പുസ്തകത്തിനകത്ത് കേട്ടോ, യേശുവിനെ പോലെയാണ്. ഓ, മത്തായി 5:48 നോക്കണേ. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആകയാൽ നിങ്ങളും. ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, എന്നാ മാറ്റം ഉണ്ടായെന്ന്. നമുക്ക് എന്നാ മാറ്റം ഉണ്ടായി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
മറ്റേ നമ്മൾ മെഴുകുതിരിയും കൊണ്ട് പോകുന്നു, ഇപ്പം നമ്മൾ മെഴുകുതിരി ഇല്ലാതെ വരുന്നു. സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം ഉണ്ടായത്. മറ്റേ നമ്മൾ അവിടെ പോയി കൈ കേട്ട് നിൽക്കുമായിരുന്നു, ഇപ്പം ചെന്നാൽ കൈ അടിക്കും. അല്ലാതെ തന്നെ മാറ്റം ഉണ്ടായി. പണ്ടും ദേഷ്യം വന്ന ചീത്ത പറയുമായിരുന്നു, ഇപ്പോഴും ദേഷ്യം വന്ന ചീത്ത പറയും. പണ്ട് കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചോണ്ടിരുന്നാൽ മതി കേട്ടോ. അല്ലേലും നിങ്ങൾ കൈ പൊക്കിയില്ലേലും ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. സത്യമാണ്. ഈ ചിലരുണ്ടല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സൈക്കിളെന്ന് വീണ ഒരു ചിരി മുഖത്ത് വരും. അപ്പോഴേ ഞങ്ങൾക്കറിയാം കയറി കൊണ്ടെന്ന്. സ്വതന്ത്രം. അപ്പൊ പണ്ടും ദേഷ്യം വന്ന ചീത്ത പറയുമായിരുന്നു, ഇപ്പോഴും ദേഷ്യം വന്ന ചീത്ത പറയും. പണ്ടും ദേഷ്യം വന്നാൽ പാത്രം എറിഞ്ഞുടയ്ക്കും, കൈ പൊക്കല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പോഴും ദേഷ്യം വന്നാൽ പാത്രം എറിഞ്ഞുടയ്ക്കും. അത് പാത്രമെന്നല്ല, കൈ കിട്ടുന്ന എന്തും എടുത്തെറി. ഇതൊരു വ്യാപാരമാണ്, ഒരു തരം ലെഗ്യോനിസം. സ്വതന്ത്രം. ഞാൻ ചോദിക്കുന്നത്, എന്നാ മാറ്റം ഉണ്ടായത്? എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ടുന്നത് ക്രിസ്തു സമാനതയാണ്. സ്വതന്ത്രം. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണനാകിയാൽ. ഹല്ലേലൂയ. ഈ ക്രിസ്തു സമാനത റോമലേഖനം 8-29 വാക്യത്തിൽ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക എന്ന് പറയുന്നത്. അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. നോക്കിക്കേ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാഗതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. കണ്ടോ? അപ്പം ആ സ്വരൂപത്തോട് അനുരൂപത നിറം മാറുന്ന കാര്യമല്ല, ഉയരം മാറുന്ന കാര്യമല്ല, വണ്ണം മാറുന്ന കാര്യമല്ല. ഈ അവൻ്റെ സ്വരൂപത്തിൻ്റെ അനുരൂപത നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത് കേട്ടോ. അതാണ് എഫേസ്യ ലേഖനം 4:24 പറയുന്നത്, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അപ്പോൾ നമുക്ക് ക്രിസ്തു സമാനത വേണം. ഓക്കെ, ഇതാണ് കർത്താവ് ഈ സഭയോട് ക്രൈസ്റ്റ് റെവലേഷൻ പറയുന്നത്, ക്രിസ്തു സമാനത. ഇനി നമ്മൾ ഈ വായിച്ച ലബോദിക്ക സഭയുടെ ആ ലേഖനം ഒന്ന് ശ്രദ്ധിച്ചോണേ. 15 വാക്യത്തിൽ സഭയോട് പറയുക, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല നീ ശീതവാനുമല്ല. പിന്നെ നീ ആരാ? നീ ശീതോഷ്ണവാനാണ്. ഈ ഉഷ്ണവാൻ ശീതവാൻ എന്ന് പറയുമ്പം അതിനൊരു ഒരു ഒരു ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലമുണ്ട്. അതായത് ഈ ലബോദിക്കയിൽ അതിന് സ്വന്തമായിട്ടൊരു വാട്ടർ ബോഡി ഇല്ല. അതിലേക്ക് വെള്ളം വരണമെങ്കിൽ ഒന്നുകിൽ കൊലോസിയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ ഹിയറപ്പോലീസിൽ നിന്ന് വരണം. കൊലോസിയിലെ വെള്ളം തണുത്ത വെള്ളമാണ്, ഹിയറപ്പോലീസിലെ വെള്ളം ചൂടുവെള്ളമാണ്. ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒക്കെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. ഈ കാനഡയിൽ ബാൻഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഉറവയുണ്ട്, സൾഫർ ഉറവയാണ്. വരുന്നത് സൾഫറാണ്. ആ ഏരിയ ചെല്ലുമ്പോഴേ രൂക്ഷഗന്ധമാണ്, അസാധാരണ ഗന്ധം. അത് തിളച്ചാണ് കയറി വരുന്നത്, സൾഫറാണ്. അപ്പം ഇതുപോലെയുള്ള പല സ്ഥലങ്ങളുണ്ട്. ഈ മസ്കറ്റിൽ സലാലയിലും റൂബിയിലും ഒരു സവിശേഷതയുണ്ട്. സലാലയിലാണ് അത് ഏറ്റവും അധികം ഉള്ളത്. റൂബിയിൽ ചെറുതായിട്ടുണ്ട്. റൂബി എന്ന് പറയുന്ന സ്ഥലത്ത് ഉയർന്ന ഒരു മലയുടെ മുകളിൽ ഒരു ബീച്ചുണ്ട്. അങ്ങോട്ട് പോകുന്നിടത്ത് ആ മലയുടെ ഒരു പ്രത്യേക സ്ഥാനത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തിയാൽ ആ വണ്ടി ആരും ഓടിക്കാതെ തന്നെ ഉരുണ്ട് കയറും. അത് സലാലയിൽ ചെല്ലുമ്പോൾ വളരെ വേഗതയിൽ വാഹനം ഉരുണ്ട് കയറും. 150 പേരിരിക്കുന്ന ഒരു ബസ്സാണെങ്കിലും ഡ്രൈവ് ചെയ്യാതെ തന്നെ, ആ വണ്ടി ഓണാക്കാതെ തന്നെ വേഗതയിൽ മുകളിലോട്ട് പോയി. ഈ അടുത്ത സമയത്ത് എന്നോട് ഒരു അച്ഛൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വണ്ടി 120 കിലോമീറ്റർ വേഗതയിൽ ഈ പ്രതിഭാസത്തിൽ പോയെന്ന്. അപ്പം ഇങ്ങനെ പ്രതിഭാസമുള്ള പല സ്ഥലങ്ങളുണ്ട്. അപ്പം അതുപോലെയാണ് ഇവിടെ കൊലോസിയിലെ വെള്ളം തണുത്ത വെള്ളമാണ്, ഹീറപ്പോലീസിലെ വെള്ളം ചൂടുവെള്ളമാണ്. ഈ ഹീറപ്പോലീസിൽ നിന്ന് വരുന്ന ചൂടുവെള്ളവും കൊലോസിയിൽ നിന്ന് വരുന്ന തണുത്ത വെള്ളവും ദീർഘസമയങ്ങൾ ഒഴുകി വരുമ്പോൾ തണുത്തത് തണുപ്പല്ലാതെയും ചൂടായത് ചൂടല്ലാതെയും മാറും. ഒരു തരം വാട്ടപ്പരുവം, വാട്ടവെള്ളം എന്ന് പറയത്തില്ലേ, അത് തന്നെ. ആ പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് കർത്താവ് ഈ സഭയോട് പറയുന്നത്, നീ ഉഷ്ണവാനുമല്ല
ശീതവാനുമല്ല. എന്ന് പറഞ്ഞാൽ നീ ചൂടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, തണുപ്പായിരുന്നേലും കൊള്ളായിരുന്നു, രണ്ടും ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ നീ ഇപ്പോൾ ഇത് രണ്ടുമല്ല, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. പിന്നെ ആരാണ്? ശീതോഷ്ണവാനാണ്. ഇവിടെ കർത്താവ് പറയുക, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഈ ഉമിണ്ണുകളയും എന്ന് പറയുമ്പോൾ ചില പരിഭാഷകളിൽ തുപ്പുമെന്നല്ല, ഒമിറ്റ് ചെയ്ത് കളയുമെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ആ തുപ്പിക്കളയുമെന്നുള്ള ആ വാക്കിൻ്റെ ഗ്രീക്ക് പദം നോക്കിയാൽ ഒമിറ്റെന്ന അങ്ങനെ തന്നെ എഴുതിയ ഭാഷാന്തരങ്ങളുമുണ്ട്. നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഒമിറ്റ് ചെയ്ത് കളയും. ഈ തുപ്പിക്കളയും എന്ന് പറയുന്നതിനേക്കാൾ, ഉമിണ്ണ് കളയും എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ അർത്ഥത്തിൻ്റെ ഗാംഭീര്യം ഉണ്ടാകുന്നത് നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഒമിറ്റ് ചെയ്ത് കളയുമെന്നാണ്. ഛർദ്ദിച്ച് കളയുമെന്ന് പറയുന്നതിന് കുറച്ചുകൂടെ അതിനൊരു ഗാംഭീര്യമുള്ളത്. ഇനി ഞാൻ ഈ ഉഷ്ണവാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പറയാം. എന്നോടൊപ്പം പറയണം. ഉഷ്ണവാൻ എല്ലാവരും കൂടെ പറഞ്ഞേ. ഉഷ്ണവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീഷ്ണതയുള്ള. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സെസ്റ്റോസ് ആണ്. സെസ്റ്റോസ്, ZESTOS, സെസ്റ്റോസ്. ഈ സെസ്റ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തീഷ്ണത, ഉത്സാഹമുള്ള എന്ന. അപ്പം കർത്താവ് പറയുക, എടാ നീ തീഷ്ണതയുള്ളവനായിരുന്നേ കൊള്ളായിരുന്നു, നീ ഉത്സാഹമുള്ളവനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിന് ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട്. ആത്മീയ വിഷയങ്ങളിൽ ഒരു എരിവുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്നാ. ഒരു ജ്വലനം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആത്മീയ വിഷയങ്ങളിൽ ഒരു തീവ്രത ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു 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 ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതായത് സെസ്റ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. അപ്പോൾ നീ ഉഷ്ണവാനല്ല, അതായത് തീഷ്ണതയില്ല, ലക്ഷ്യമില്ല, പ്രതിജ്ഞാബദ്ധതയില്ല, എരിയുന്നില്ല, ഉത്സാഹമില്ല, അങ്ങനെ ഒരു പരിവം. നീ ഉഷ്ണവാനല്ല. ഇനി അവിടെ പറയുന്നത് ശീതവാനുണ്ടല്ലോ, ശീതവാൻ എന്ന് പറയുമ്പോൾ സ്യൂക്കറോസ് എന്ന പദമാണ്. എഴുതുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് ഞാൻ സ്പെല്ലിങ് പറയാം. PSUCHROS, സ്യൂക്കറോസ്. ഈ സ്യൂക്കറോസ് എന്ന് പറയുമ്പോൾ തണുത്ത, നിരുത്സാഹമായ, സന്തോഷമില്ലാത്ത എന്നൊക്കെയാണ്. അതിന് ചില കമൻട്രികൾ പറയുന്നത് പിന്മാറ്റം എന്നാണ്. അപ്പോൾ കർത്താവ് പറയുക, ഒന്നുകിൽ നീ ഉത്സാഹമുള്ള ആത്മീകനാകണം, അല്ലെങ്കിൽ നീ പിന്മാറ്റത്തിലാവണം. പക്ഷെ ഇതിപ്പോ രണ്ടുമല്ല. പിടികിട്ടുന്നുണ്ടോ? ആത്മീയനാണോ? അല്ല. എന്നാ പിന്മാറ്റക്കാരനാണോ? അതുമല്ല. അതാ പറയുന്നത്. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. പിന്നിപ്പോ ആരാ? ശീതോഷ്ണവാൻ. ശീതോഷ്ണവാൻ എന്ന് പറയുമ്പോൾ ക്ലിയാറോസ്, അതാ അവിടുത്തെ പദം. CHICHLIAROS, ക്ലിയാറോസ്. നീ ഇപ്പോ ശീതോഷ്ണവാനാണ്. എൻ്റെ വണ്ടിയുടെ കാറ്റൊന്നും ഒഴിച്ചു വിടില്ല കേട്ടോ. ഞാൻ ഭാവത്താണ്, ഞാൻ പൊക്കോളാം. ഞാൻ സത്യമാണ് പറയുന്നത്. ആത്മീയനുമല്ല പിന്മാറ്റക്കാരനുമല്ല. ഇപ്പൊ ആരാണ്? ശീതോഷ്ണൻ. ശീതോഷ്ണവാൻ എന്ന് പറഞ്ഞാൽ ഉദാസീനത. അതിൻ്റെ അർത്ഥം ഉദാസീനത, നിസ്സംഗത, ആവേശമില്ലായ്മ, ഉത്സാഹമില്ലായ്മ. അത് വിശദീകരിക്കാം. ക്രൈസ്റ്റ് സെന്ററിൽ ഉപവാസ പ്രാർത്ഥനയാണ്. നടന്നോട്ട് എനിക്ക് എന്നാ കുഴപ്പം? സുഭാഷ് കുമാരൻ പാസ്റ്റർ വന്ന് പ്രസംഗിച്ചോട്ട്. റജി പാസ്റ്റർ വരുമോ? വന്നോട്ട്. ഷാജിം പോൾ പാസ്റ്റർ വരുമോ? വരട്ടെന്ന്. എനിക്കെന്നാ? എന്നെ ഇതിനൊന്നും വിളിച്ചേക്കല്ല. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്വാതന്ത്ര്യം. നിങ്ങൾ ഉപവാസ പ്രാർത്ഥന വെക്കുക, നിങ്ങൾ ന്യൂ ഇയർ സർവീസ് വെക്കുക, ഗ്രൗണ്ടൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചേക്കുക, എല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ എന്നാ വേണേ ചെയ്തോ. എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വരും. സ്വാതന്ത്ര്യം. ഇതാണ് ഈ ഉദാസീനത. നിങ്ങളെന്താന്ന് വെച്ചാൽ ചെയ്തു. ഞാനവിടെ വന്നിരിക്കും. എന്നെ കൈയടിക്കാനും ആരാധിക്കാനും ഒന്നും എന്നോട് പറഞ്ഞേക്കല്ല. എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമൊന്നും. അതെ നിസ്സംഗത, ഉദാസീനത. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ഈ രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങളെന്ന് പറയത്തില്ലേ? വെള്ളമില്ലാതെ കാറ്റുകൊണ്ടോടുന്ന മേഘമെന്ന് പറയത്തില്ലേ? അതുപോലെ ഇതിങ്ങനെ ഒരു ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കയറി നിന്നാൽ നമ്മൾ നടക്കണ്ടല്ലോ.
തള്ളിക്കൊണ്ടങ്ങ് പൊക്കോളും. അതുപോലെ ഒരു പോക്ക. ശീതോഷ്ണവാൻ എന്നോട് പോണ്ടോ? ഒന്നുകിൽ നീ ആത്മീകനാകണം, അല്ലെങ്കിൽ പിന്മാറ്റക്കാരനാകണം. ഇതിന് രണ്ടിന് ഇടയിലുള്ള അവസ്ഥയുണ്ടല്ലോ. കർത്താവ് പറയുക, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് വോമിറ്റ് ചെയ്ത് കളയും, ഛർദ്ദിച്ച് കളയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ എരിയുന്ന ഒരവസ്ഥ, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ജ്വലിക്കുക. ജീസസ്. ഈ നിസ്സംഗതയുടെ ഒരു പ്രശ്നം ഞാൻ പറയാം. പ്രശ്നം വരുമ്പോൾ എന്നാ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കണ്ട, കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പ്രശ്നം വരുമ്പോൾ യോ കർത്താദാസനെ പ്രാർത്ഥിക്കണേ, ദൈവദാസനെ, യോ. പ്രശ്നം വരുമ്പോഴേ ഉള്ളൂ. പ്രശ്നമൊക്കെ മാറിയാൽ അവർ ബിസിനസ് തുടങ്ങും, ആരും അറിയത്തില്ല, സഭ അറിയത്തില്ല. സ്വതന്ത്രം. ബിസിനസ് പൊളിഞ്ഞാൽ സഭ അറിയും. ജോലി കിട്ടിയത് ആരും അറിഞ്ഞില്ല, ജോലി പോയപ്പോൾ സഭ അറിഞ്ഞു. കൈപൊക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. നമ്മുടെ കാര്യം പറയുന്നത്. സ്വതന്ത്രം. ഒരു 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 വിശാലത ഉണ്ടായാൽ ആരും അറിയത്തില്ല. ഉള്ളത് പോയാൽ പാസ്റ്റർ പ്ലീസ് പ്രാർത്ഥിക്കണേ, പാസ്റ്റർ പ്രാർത്ഥിക്കണേ. ഇതാ നിസ്സംഗതയുടെ ഒരു ലക്ഷണം. ആവശ്യം വരുമ്പോൾ മാത്രം കൂട്ടായ്മ, പ്രശ്നം വരുമ്പോൾ മാത്രം കൂട്ടായ്മ. എല്ലാം വിശാലമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വഴിക്കാണ്. കർത്താവ് പറയുക, നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഊമിണ്ണ് കളയും. ആമേൻ. ഇത്രയും പറഞ്ഞിട്ടാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുന്നത്. എന്നിട്ട് കർത്താവ് പറയുക, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഉഷ്ണവാനാണോ? അല്ല. ശീതവാനാണോ? അല്ല. ഇപ്പൊ ആരാ? ശീതോഷ്ണവാനാ. പക്ഷേ തുപ്പിക്കളയാൻ വെച്ചിരിക്കുന്നവനോട് ഇപ്പോഴും കർത്താവ് പറയുക, എനിക്ക് പ്രിയമുള്ളവനാ കേട്ടോ. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്നെ ഓമിറ്റ് ചെയ്യുന്നത് വരെ കർത്താവ് പറയുക, നീ എൻ്റെ പ്രിയത്തിനകത്ത് തന്നെയാണ്. ഇത് വാസ്തവത്തിൽ ദൈവസ്നേഹത്തിൻ്റെ അസാധാരണത്വമാണ് കേട്ടോ. നമ്മൾ ഈ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറയത്തില്ലേ, അതുപോലെ ഇത് ബുദ്ധിയെ കഴിയുന്ന ദൈവസ്നേഹമാണ്. നമുക്ക് പിടികിട്ടാത്ത ദൈവസ്നേഹം. ഞാൻ അതിൻ്റെ ഗൗരവം നിങ്ങളോട് പറയാം. ഈ യെരൂശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. യെരൂശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും, മത്തായി 23:37 പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. സ്തോത്രം. ഹലോ, എന്നാ ചെയ്തേ? പ്രവാചകന്മാരെ കൊന്നു, നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്. കൊന്നു കളഞ്ഞു, കല്ലെറിഞ്ഞു. ഇവരുടെ ഗുണത്തിന് വേണ്ടി അയച്ചതാ. അവരെ കൊന്നു. എത്ര ദൈവദാസന്മാരെ കൊന്നെന്നറിയോ? എത്ര അഭിഷക്തന്മാരെ തീർത്ത് കളഞ്ഞെന്നറിയോ? കർത്താവ് പറയുക, അങ്ങനെ ചെയ്യുന്നവളെ ഇതെല്ലാം ചെയ്തിട്ടും കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. എത്ര വട്ടം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്ര വട്ടം മനസ്സായിരുന്നു? എത്രയായിരുന്നു അത്? ഒന്ന് പറഞ്ഞു പോയി. നമുക്കറിയില്ല. ഒരുപാട്. വാസ്തവത്തിൽ എൻ്റെ പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി നമ്മളിൽ ഉണ്ടാകുമ്പോഴും കർത്താവ് പറയുക, കുഞ്ഞെ
ചിറക് വിടർത്തി പിടിച്ചിരിക്കുക. ഒന്ന് കയറാങ്കി കയറി നിൽക്ക്, ഒന്ന് കയറാങ്കിൽ കയറി നിൽക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളങ്ങനല്ലേ പാടുന്നത്? കോഴി തൻ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ മറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്, നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ. നിർത്തിയിടും ദയയാ ദയയാ നിത്യദയയാ. കർത്താവ് പറയുക, കുഞ്ഞെ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഞാൻ ആ ദൈവസ്നേഹമായി പറയുന്നേ. പ്രവാചകന്മാരെ കൊന്നിട്ടും, നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിഞ്ഞിട്ടും, നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ എനിക്ക് മനസ്സായിരുന്നു. പക്ഷെ കർത്താവ് പറയുക, നിനക്ക് മനസ്സായില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ജീവിതകാലം മുഴുവൻ ഈ മനസ്സിങ്ങനെ നിൽക്കുമെന്ന് നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ല, അവൻ ജഡം തന്നെയല്ലോ. ദൈവത്തിന്റെ ഈ ചിറക് വിടർത്തി പിടിക്കുന്നതിനൊരു കാലഘട്ടമുണ്ട് കേട്ടോ. എന്നും കേറിയിരിക്കാം, തോന്നുമ്പോ കേറാമെന്നൊന്നും ചിന്തിക്കരുത്. നിന്റെ മുൻപിൽ ദൈവം തുറന്നു തരുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അതാ ഈ ദൈവപ്രിയത്തിന്റെ പ്രത്യേകത. ഈ തുപ്പുന്നത് വരെ കർത്താവ് സ്നേഹിക്കും. പക്ഷെ എന്നും ഉണ്ടാകുമെന്ന് കരുതരുത്, എന്നും ഉണ്ടാകരുത്. ജീസസ്, ഇതൊരു വലിയ പ്രാക്ടീസ് ആയിട്ട് കാണരുത്. ഞാനത് പറയുന്നത്, നിങ്ങൾ ഈ മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നോക്കണം. അവിടെ പറയുന്നു 38, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. 37 ചേർത്ത് വായിച്ച്, 37 ചേർത്ത് വായിച്ച്. 37, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിനക്കോ ഒത്തിരി പ്രാവശ്യം ഒന്ന് മറച്ചു പിടിക്കാൻ കർത്താവ് കോതിച്ചു. അതിന് അഭിഷക്തന്മാരുടെ അധരത്തിൽ വചനം കൊടുത്തു, വിരൽ ചൂണ്ടി ദൂതുകൾ പറഞ്ഞു, വ്യക്തിപരമായ പ്രവചന ശബ്ദങ്ങൾ ഉണ്ടായി, കൃത്യമായിട്ടുള്ള ദൈവിക ഇടപെടലുകൾ ഉണ്ടായി. ആവർത്തിച്ച് ദൈവം സംസാരിച്ചു, പക്ഷെ തല്ലിക്കൊന്ന കേൾക്കത്തില്ല. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ആ ടൈം കഴിഞ്ഞു, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. അതാ ഞാൻ പറഞ്ഞേ, എന്നും ഈ പ്രിയം തുടരുമെന്ന് ചിന്തിക്കില്ല കേട്ടോ. ഒരിക്കൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വീഴും. അതെന്നാണെന്ന് ഇന്ന് പ്രസംഗിക്കുന്നത് എനിക്കറിയത്തില്ല, കർത്താവിൻ്റെ ദാസൻ അറിയില്ല.
ഇനിയും ഉലക ചരിത്രത്തിൽ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുന്ന ഒരാളെ കൊണ്ട് നിർത്തിയാൽ അദ്ദേഹത്തിന് അറിയത്തില്ല, ആർക്കും അറിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാനത് തെളിയിക്കാൻ വേണ്ടി വേറൊരു വാക്യം പറയാം. വെളിപ്പാട് പുസ്തകം 2-21 വാക്യത്തിൽ ദുർനടപ്പാതിരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന ഇസബേൽ, അവളെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും. ആമേൻ. ഈ പല ഭാഷാന്തരങ്ങളിൽ പല നിലകൾ എഴുതിയിട്ടുള്ളത്. ഇവിടെ KJVക്കകത്ത് ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സ്പേസ് കൊടുത്തായിരുന്നു. ഈസബേലിന് പോലും മടങ്ങി വരാൻ കർത്താവ് ഒരു സ്പേസ് കൊടുത്തു. മലയാളത്തിൽ ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തു. അങ്ങനെ ഭാഷാന്തരങ്ങളിലുണ്ട്. ചില ഭാഷാന്തരങ്ങളിൽ ഞാൻ അവൾക്ക് ചാൻസ് കൊടുത്തെന്ന. അപ്പൊ സ്പേസ് കൊടുത്തു, ടൈം കൊടുത്തു, ചാൻസ് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് വെച്ച് പഠിച്ചോ. ഞാൻ അവൾക്ക് സമയം കൊടുത്തു. സ്വോത്രം. പക്ഷേ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. സ്വോത്രം. എൻ്റെ പ്രിയരെ, മടങ്ങി വരാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ദൈവം എങ്ങനെ മടക്കിയെടുക്കുന്നത്? തിരിച്ചു വരാൻ മനസ്സില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം മടക്കിയെടുക്കുന്നത്? ഞാൻ അവൾക്ക് സമയം കൊടുത്തിട്ടും. അപ്പൊ മാനസാന്തരപ്പെടുവാൻ മനസ്സില്ല, അപ്പൊ സമയം തീർന്നു. അതാ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ദൈവം തരുന്ന ഒരു സമയമുണ്ട്. തിരിച്ചു കയറാൻ, മടങ്ങി വരാൻ, യഥാസ്ഥാനപ്പെടാൻ, ആ പ്രിയത്തിനകത്തേക്ക് വരാൻ, ആ ലവിനകത്തേക്ക് കയറാൻ, ആ ചിറകിന്റെ ആ മറവിനകത്തേക്ക് കയറാൻ ദൈവം തരുന്ന ഒരു സമയമുണ്ട്. അതിനെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഈ 16ാമത്തെ പകലിൽ ഈ മീറ്റിംഗ് ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വളരെ ഹൃദയത്തിൽ പറയട്ടെ, ആ സമയത്ത് ഉപയോഗിക്കണം. ഉപയോഗിച്ചില്ല എന്നാ പറ്റും പാസ്റ്ററെ? 22ാമത്തെ വാക്യം നോക്ക്. 22. ഞാൻ അവളെ കിടപ്പിലാക്കി കളയും. ആരെ? മടങ്ങി വരാൻ അവസരം കൊടുത്തിട്ടും കാത്തു നിന്നിട്ടും മനസ്സില്ലാതെ പഴയ പരിപാടിക്കകത്ത് തുടരുന്ന ഇവളെ കർത്താവ് പറയുക, ഞാൻ കിടപ്പിലാക്കി കളയും. അടുത്ത വാക്ക്, അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ വലിയ കഷ്ടതയിലാക്കി കളയും. തീർന്നില്ലേ? 23ാമത്തെ വാക്യം, അവളുടെ മക്കളെയും ഞാൻ. അപ്പൊ എപ്പോഴാ കിടപ്പുണ്ടായത്? എപ്പോഴാ കഷ്ടത വന്നത്? എപ്പോഴാ മക്കള് ചാകേണ്ടി വന്നേ? മടങ്ങി വരാൻ സമയം കൊടുത്തിട്ടും മടങ്ങി വരാതിരുന്നപ്പോഴല്ലേ? ഗ്ലോറി. ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലുപ്പം ഭയങ്കര, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്ര വലുപ്പമാണ് ദൈവസ്നേഹത്തിന്. നിങ്ങൾ ഈ മുടിയനായ പുത്രനെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. ദൈവസ്നേഹത്തെ അവിടെ കാണാം. മുടിയനായ പുത്രൻ അപ്പനുള്ളതെല്ലാം വിറ്റ് തുലച്ചു കളഞ്ഞു. സ്തോത്രം. ഇവിടെ അപ്പനുള്ളതെല്ലാം വിറ്റ് തുലച്ചു എന്ന് പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയരെ. ഒരാൾക്ക് കടം പല നിലകളിലുണ്ടാകാം. വീട് വെച്ച് കടം വരാം, മക്കളെ പഠിപ്പിച്ച് കടം വരാം, മക്കളെ കെട്ടിച്ച് കടം വരാം, ബിസിനസ് പൊട്ടി കടം വരാം. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതിനെല്ലാം ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷേ ഇവൻ ഇതെല്ലാം വിറ്റ് കളഞ്ഞത് മോളെ കെട്ടിക്കാനല്ല, പഠിപ്പിക്കാനല്ല, വീട് വെക്കാനല്ല, ബിസിനസ് പൊളിഞ്ഞു പോയതല്ല. ഇവനെല്ലാം വിറ്റു തൊലച്ചത് വേശ്യമാരോട് കൂടെ തിന്നു കുടിക്കാനാ. ഒടുവിൽ ഒരു രക്ഷയില്ലാതെ പന്നിക്കൂട്ടിലിറങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ, കോട്ടയം സൈഡിലേക്ക് പോകുമ്പോൾ ഈ പിക്കപ്പേൽ ഈ പന്നിയെ കൊണ്ടുപോകും കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ട് ചിലപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ കാണും. എന്നാ മണമെന്നറിയാം. മണം അടിക്കുമ്പോഴേ അറിയാം പന്നിയുടെ ലോറി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും അങ്ങ് നിർത്തും. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടേ പിന്നെ പോകത്തുള്ളൂ. ഇതങ്ങ് പോകാൻ വേണ്ടിയാണ്. ആ ടൈപ്പ് ഗന്ധം. അപ്പോൾ പന്നിക്കൂട്ടിലെ ഗന്ധം എന്തുമായിരിക്കും? ഇവൻ അവിടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം ഇവന് തന്നെ ആ പന്നിയുടെ ഗന്ധമാണ്. ഒടുവിൽ അവിടെ രക്ഷപ്പെടാൻ കഴിയാതെ പ്രാഞ്ചി
ഇവൻ അപ്പൻ്റെ വീട്ടിലേക്ക് ഇവൻ തിരിച്ചു പോവാ. ഈ മേജർ അപ്പൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാ. ദൂരെ നിന്ന് അപ്പൻ ഇവനെ കണ്ടിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവന്റെ നാറുന്ന കവിളിൽ അമർത്തി ചുംബിച്ചു. അപ്പൊ എല്ലാം മുടിച്ചാനല്ലേ? അതെ, പക്ഷെ മടങ്ങി വന്നല്ലോ. അപ്പൊ അപ്പനുള്ളതെല്ലാം നശിപ്പിച്ചത്, അതെ, പക്ഷെ മടങ്ങി വന്നല്ലോ. എമ്മിച്ചെറിയാൻ സാറ് ഇതിനെക്കുറിച്ച് വളരെ സുന്ദരമായൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഒത്തിരി പഴയ പാട്ട്, എമ്മിച്ചെറിയാൻ സാറ് എഴുതിയ പാട്ട്. കേട്ട മകനെ പോലെ ദുഷ്ട വഴികളിലൻ ഇഷ്ടം പോൽ ഞാൻ നടന്നു, എന്നെ കെട്ടി പിടിച്ചു മുത്തമിട്ടങ്ങു സ്വീകരിപ്പാൻ ഇഷ്ടപ്പെടുന്നപ്പനാ, എല്ലാം തുലച്ചു നീരപ്പന്നീർ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു, എന്നെ തള്ളാതെ മേൽത്തരമം അങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പനാ, എന്നെ തള്ളാതെ മേൽത്തരമം അങ്കിയും മോതിരവും എല്ലാം തരുന്നപ്പനാ, പാപ ചെളിക്കുഴിയിൽ വീണു മരിച്ചവൻ ഞാൻ വീണ്ടും ജീവൻ ലഭിച്ചു, തീരെ കാണാതെ പോയവൻ ഞാൻ കണ്ടു കിട്ടി മഹത്വം മുറ്റും നിനക്കപ്പനേ, തീരെ കാണാതെ പോയവൻ ഞാൻ കണ്ടു കിട്ടി മഹത്വം മുറ്റും നിനക്കപ്പനേ, എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ, എല്ലാം തുലച്ച് നീച്ച പന്നിയിൻ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു, പക്ഷെ തള്ളിയില്ല. തള്ളാതെ മേൽത്തരമായ അങ്കിയും പിന്നെ മോതിരവും പിന്നെ എല്ലാം തരുന്ന അപ്പൻ. ഇതാ മടങ്ങി വരുന്നവനോടുള്ള ദൈവത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. നമ്മുടെ ആ പഴയ നിസ്സംഗതയിൽ നിന്ന്, നമ്മുടെ ആ പഴയ പാപത്തിൽ നിന്ന്, ആ പ്രകൃതത്തിൽ നിന്ന്, നമ്മുടെ ആ ഉദാസീനതയിൽ നിന്ന് ഒന്ന് മടക്കിയെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ഇങ്ങനെ ഒരു ദൂത് പരിശുദ്ധാത്മാവ് പറയുമ്പോ, ഹല്ലേലൂയ, എനിക്കറിയാം ഇതൊരു റിവൈവലിന്റെ മെസ്സേജ് പറയേണ്ട ഇടാ, എനിക്കറിയാം, സ്തോത്രം. പക്ഷെ ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് അറിയണ്ടേ. ഒരിക്കൽ കൂടി നിന്നെ ഒന്ന് മടക്കിയെടുക്കാൻ ദൈവം കൊതിക്കുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് പകലിൽ അതിനോടൊന്ന് പ്രതികരിക്കാൻ ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ ഈ പ്രിയത്തെ വേറൊരു സംഭവത്തിലൂടെ തെളിയിക്കാം. പത്രോസെ തള്ളിപ്പറഞ്ഞു, പ്രാഗി, ആണയിട്ടു. പ്രാഗുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ലേ? എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ചാണ്. ഇതെല്ലാം ഉപയോഗിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പത്രോസ് പ്രാഗിയതും തള്ളിപ്പറഞ്ഞതും ആണയിട്ടതും മാത്രമല്ല, യൂദ ഒഴികെയുള്ള 10 പേരെ കൂടെ പിടിച്ചോണ്ട് കടലിൽ പോയി. സത്യത്തിൽ ജീസസ് മിഷനെ പൊളിച്ചു.
നമ്മളായിരുന്നു പുറകെ പോവായിരുന്നു. പക്ഷെ കർത്താവ് പുറകെ ചെന്നു. വിളിച്ചൊരു വിളിയുണ്ട്, ഒരു അസാധാരണ വിളിയാ. കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുണ്ടോ? ഹല്ലേലൂയ. മിഷൻ പൊളിച്ചതാ, പക്ഷെ കർത്താവ് വിട്ടില്ല. പുറകെ ചെല്ലുക. കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് പിടിച്ച് നെഞ്ചോടങ്ങ് ചേർത്തിയിരുത്തി. എന്നിട്ടൊരു ചോദ്യമുണ്ട്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ ഒരു പ്രശ്നം വന്നപ്പോ നീ എടുത്തോണ്ട് പോയ ഈ പടകില്ലേ, നീ രാത്രി മുഴുവൻ കോരിയെടുക്കാൻ ശ്രമിച്ച വലയില്ലേ, നിനക്കെന്നും പ്രതീക്ഷ തരുന്ന ഈ കടലില്ലേ, ഇതിനേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിന ചൂടും പകർന്നു യേശു രക്ഷകൻ. എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരമാണോ ഓടിയത്? ഇന്ന് രാത്രി ഇങ്ങനെ ഒരു ദൂത് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോ, ആ ഓടാൻ തുടങ്ങിയവരെയും ഓടിക്കൊണ്ടിരിക്കുന്നവരെയും ഒരിക്കൽ കൂടി പിടിച്ച് നെഞ്ചോടൊന്ന് ചേർത്ത് അടുത്ത ഒരു പകർച്ച പകർന്നു തരാൻ ഇന്ന് പകലിൽ എന്റെ ദൈവത്തിന് ഇഷ്ടമുണ്ട്. കർത്താവ് പറയുക, നീ ഇപ്പോഴും എന്റെ പ്രിയത്തിനകത്താ. നിന്റെ സ്വഭാവം വെച്ച് തുപ്പിക്കളയേണ്ടതാ, നിന്റെ സ്പിരിച്വാലിറ്റി വെച്ച് നിന്നെ ഛർദിച്ച് കളയേണ്ടതാ. കർത്താവ് പറയുക, ഞാൻ അവസാനത്തെ നിമിഷം വരെ നിന്നെ സ്നേഹിക്കും. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും. ജീസസ്, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ പറയാം, അതൊരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. ഇപ്പോഴും ആ പ്രിയം നമ്മുടെ മേലുണ്ട് കേട്ടോ. നിങ്ങളൊരു പക്ഷേ അപ്പനും അമ്മയ്ക്കും വേണ്ടാത്തവരായിരിക്കും, നിങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവരായിരിക്കും, നിങ്ങൾ ആർക്കും വേണ്ടാത്തവരായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. ജീസസ്, അത് നിങ്ങളുടെ പ്രാർത്ഥനക്കുറിപ്പ് ഓർത്തിട്ട്, പ്രാർത്ഥനയുടെ ആ മിടുക്കൊണ്ടല്ല, നിങ്ങളുടെ വിശുദ്ധിയുടെ ശ്രേഷ്ഠത കൊണ്ടല്ല, നിങ്ങളുടെ പരാജയം ഒക്കെ കർത്താവിന് അറിയാം. കർത്താവ് പറയാ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പോഴും എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ജീസസ് അതാ പറഞ്ഞു, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും എനിക്കിപ്പോഴും നിന്നോട് പ്രിയമാണ്. അതുകൊണ്ട് കർത്താവ് പറയുക, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കും. ആ വാക്ക് ശ്രദ്ധിച്ചോ, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കും. എല്ലാവരും കൂടെ പറ, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രിയം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫീലിയോ ആണ്. ഫീലിയോ എന്ന് പറയുമ്പോൾ അത് ബ്രദർലി ലവ്. ഫീലിയോ അതായത് പ്രിയപ്പെട്ട, എൻ്റെ സുഹൃത്തായ, ഇഷ്ടമുള്ള, എനിക്ക് വാത്സല്യമുള്ള, എനിക്ക് ആർദ്രതയുള്ള, വ്യക്തിപരമായി എനിക്ക് അടുപ്പമുള്ള, എൻ്റെ ഹൃദയവുമായി വളരെ ചേർന്ന് നിൽക്കുന്ന എന്നൊക്കെയാ. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെ കർത്താവ് പറയും, ഞാൻ ശാസിക്കും. എല്ലാവരും കൂടെ പറഞ്ഞേ, ഞാൻ എന്ത് ചെയ്യും? ഉയ്യോ, എല്ലാവരും അന്വേഷിക്കുന്ന ചർച്ച ഏതാണെന്നറിയോ? ശാസന ഇല്ലാത്ത ചർച്ച. പോവരുത്, വെന്റിലേറ്ററിൽ നിന്ന് ചാടുന്ന പോലെയാ. ഇപ്പോഴേ കിടക്കുന്നത് വെന്റിലേറ്ററില. ജീസസ്. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞു. പ്രാർത്ഥന വിഷയം, അപ്പൻ്റെ
കുടലിലൊരു ട്യൂമർ ഉണ്ടായിരുന്നു. അത് സർജറി ചെയ്ത് കുടലെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു വെള്ളം മാത്രമേ അല്പം കുടിക്കാവൂ, ഭക്ഷണം കഴിക്കരുത്, കമഴ്ന്ന് കിടക്കരുത്. പക്ഷേ ഈ പുള്ളിക്ക് ചായ വേണം. ചായ കൊടുക്കാത്തതിൻ്റെ കലിപ്പിന് ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? എഴുന്നേൽക്കുകയും കമന്ന് കിടക്കുകയൊക്കെ ചെയ്തു. ഒടുവിൽ ചെയ്ത സർജറി അത് ബ്രേക്കായി. ഒടുവിൽ പിന്നെയും കയറ്റേണ്ടി വന്നു. സ്തോത്രം. ഇതുപോലെ ചിലരങ്ങ് വല്ലാത്ത കിടപ്പാ, കിടക്കുന്നതിലും വെന്റിലേറ്ററില കിടക്കുന്നതിലും അഹങ്കാരത്തിന് ഒരു കുറവില്ല. നമ്മളെ ശാസിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് വേണ്ടത് മുഴുവൻ അനുഗ്രഹമാണ്. വരട്ടിങ്ങോട്ട് നിറവ്, അഭിവൃദ്ധി, ഉയർച്ച, നന്മ, ശ്രേഷ്ഠത, മാന്യത, വർധനവ്, ശുശ്രൂഷ, വേദി, നമുക്കിത് മാത്രം മതി. അതെവിടെ കിട്ടുമോ അവിടെ നമ്മൾ പോകും. ശാസന ഇഷ്ടമല്ല. സ്തോത്രം. ഇന്ന് വൈകിട്ടത്തെ ആളിനെ കാണുമ്പോൾ അറിയാം ശാസന ഇഷ്ടപ്പെട്ടോന്ന്. സ്തോത്രം. അടുത്തിരിക്കുന്നവരെയൊക്കെ നോക്കിക്കാണും. വൈകിട്ട് ഇവരെല്ലാം ഉണ്ടോന്നും കൂടെ നോക്കണം കേട്ടോ. ശാസന ഇഷ്ടപ്പെട്ടോന്ന് അന്നേരം അറിയാം. നമ്മളിതില്ലാത്തടത്തോട്ടാ പോകുന്നത്. ചിലയിടത്ത് ഇതില്ലെന്നേ. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ KFC ഉണ്ടെന്ന് തോന്നുന്നല്ലേ താഴെ, ഇഷ്ടം പോലെ. 6 മാസത്തിലൊരിക്കൽ പോയി ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ദിവസം പോയി കഴിക്കരുത്. ഹലോ, ഒടുവിൽ KFCയെ പോലെ ആയി പോവും. മനസ്സിലായോ? ജങ്ക് ഫുഡ് ഒരു ചേഞ്ചിനൊക്കെ കൊള്ളാം. എന്നും ജങ്ക് ഫുഡ് അടിക്കാനായിട്ട് കൊതിക്കല്ലേ. ഉള്ള ഫാറ്റെല്ലാം കൂടെ കയറിയും ഇതെല്ലാം കൂടെ കയറി ആകെപ്പാടെ ഡയബറ്റിക്കും പിടിച്ചും കൊളസ്ട്രോളും പിടിച്ചും വടിയായി പോകും. നേരത്തെ നമ്മൾ അങ്ങനെ വടിയായാലും കർത്താവിൽ നിദ്ര പ്രാപിച്ചു, ഓട്ടം തികച്ചു. വയസ്സെത്ര? 23. എന്നാ പറയുന്നത്? ഓട്ടം തികച്ചു. ഓട്ടം തികച്ചതല്ല, ജീവിതം സൂക്ഷിക്കാതെ ചത്തുപോയതാ. നമ്മളതിനെ ഓമനപ്പേര് വിളിക്കുന്നതാ. ഓട്ടം തികച്ചു. സ്തോത്രം. അപ്പൻ ബൈക്കെടുത്ത് കൊടുത്തപ്പോഴേ പറഞ്ഞു, മോനെ മര്യാദയ്ക്ക് പോകാം കേട്ടോ, ഇത്തിരി സ്പീഡിൽ പോകല്ലോ. ചെറുക്കൻ പറഞ്ഞു ഉപദേശം വേണ്ട. ഒടുവിൽ അവൻ പോസ്റ്റേൽ ഇടിച്ച് തീർന്നു. ഞാൻ നടന്ന സംഭവം പറയുന്നത്. പോസ്റ്റേൽ ഇടിച്ച് തീർന്നു. അതിന് 4 ദിവസം മുമ്പ് അവന് ഒരു പോസ്റ്റ് ഇട്ടു, ഉപദേശം വേണ്ട. 4 ദിവസം കഴിഞ്ഞപ്പോൾ പോസ്റ്റേ തീർന്നു. സ്തോത്രം. നമുക്ക് ശാസന ഇഷ്ടമല്ല. കർത്താവ് പറയുക, മോനെ എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കും. നിങ്ങളുടെ വാക്യം നന്നായിട്ട് ശ്രദ്ധിച്ചോണം എൻ്റെ പ്രിയരെ. ദൈവത്തിന്റെ പ്രിയത്തിന്റെ ലക്ഷണമാണ് ദൈവം ശാസിക്കുന്നത്. സ്തോത്രം. ഈ ശാസിക്കുക എന്ന് പറഞ്ഞാൽ എലങ്കോ എന്ന പദം അതിന് ഉപയോഗിക്കും. എലങ്കോ എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തുക, തുറന്നു കാട്ടുക, തിരുത്തുക, വാക്കുകൊണ്ട് കഠിനമായി ശാസിക്കുക. ഗ്ലോറി. ഇത് കർത്താവിൻ്റെ പദ്ധതിയുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. വളരെ കാര്യമായിട്ടൊക്കെ നമ്മളിങ്ങനെ അഡ്രസ്സ് ചെയ്ത് നിന്നാൽ നമ്മൾ നിൽക്കും. എപ്പോഴെങ്കിലും ഒരു വഴക്ക് പറഞ്ഞാൽ അന്ന് സഭ വിടും. കൈവക്കണ്ട, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. വഴക്ക് പറഞ്ഞാൽ സഭ വിടും. നിങ്ങൾക്ക് വേണ്ടുന്നത് വല്ല KFC പോലെയുള്ള സംഭവങ്ങളാണ്. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രസംഗിക്കുന്ന ഇടമല്ല സഭ. പിടികിട്ടിയൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇഷ്ടമുള്ളത് പ്രസംഗിക്കുന്ന പ്രസംഗകരെ ഉണ്ടാക്കുന്ന ഇടങ്ങളുണ്ട്. അത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പുസ്തകത്തിൽ തീമോഥെയോസ് ലേഖനത്തിൽ അങ്ങ് എഴുതിയിട്ടുണ്ട്. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും ചെയ്യുന്ന കാലം വരും. ഇഷ്ടമുള്ളത് പ്രസംഗിക്കാനല്ല അഭിഷക്തന്മാർ. ദൈവം കൊടുക്കുന്ന നിയോഗം പറയാനാ. അത് ചിലപ്പോ അനുഗ്രഹം കാണും, ചിലപ്പോ ശാസന കാണും, ചിലപ്പോ തിരുത്തുകൾ കാണും. അതാണ് സഭ. പ്രേമൻ പറഞ്ഞു, എനിക്ക് പ്രിയമുള്ളവരൊക്കെ ഞാൻ തിരുത്തും. ഇതൊരു വർത്തമാനകാല പ്രക്രിയ, തുടരും.
ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, തുടരും. സ്തോത്രം. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കും. ഹല്ലേലൂയ. ഒന്നുകൂടെ, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ, കമാൺ, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയത്തിലായതുകൊണ്ട് നിങ്ങൾ ശാസിക്കപ്പെടുന്നത്. ഞാൻ അതിൻ്റെ ഒരു 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 ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. തിരുവനന്തപുരം പട്ടണത്തിൽ ജീവിക്കുന്നവർ ഈ നദിയുടെ ഉത്ഭവം ഒന്നും ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കുമല്ലോ. എന്നാലും ഞാൻ പറയാം. ഈ നദിയുടെ ഉത്ഭവത്തിൽ നിന്ന് ഒഴുകി തുടങ്ങുന്ന കല്ല് ഒഴുകി തുടങ്ങുമ്പോൾ എവിടെ തൊട്ടാലും മുറി. അങ്ങനെയാണ്, എവിടെ തൊട്ടാലും മുറി. എല്ലായിടത്തും മോനെ മൂർച്ചയൊക്കെയാ. പക്ഷെ ഇതുണ്ടല്ലോ, അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഒഴുകി 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 പലയിടത്തേക്ക് കുത്തനെ വീണ് അവിടെ കിടന്ന് ഉരുണ്ട് അവിടെ കിടന്ന് ഒഴുകി 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 കുറേ കഴിയുമ്പോൾ ഇതങ്ങ് മിനുസപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫൊക്കെ ഇതുപോലെയാണ്. നമ്മളൊക്കെ വെറും പരുക്കന്മാരായിരുന്നു. ഹലോ, നമ്മുടെ അപ്പൻ്റെ ഗുണോ അമ്മയുടെ ഗുണോ ഒക്കെ ഇഷ്ടം പോലെ ഉള്ള ആ പ്രകൃതക്കാരാ നമ്മൾ. ക്രിസ്തീയ ജീവിതത്തിന് യോഗ്യമല്ലാത്ത സ്വഭാവമാണ് നമുക്കുള്ളത്. അവിടെ നിന്ന് ഇതിന് നമ്മളെ യോഗ്യരാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശാസിച്ച. ഞാൻ നിങ്ങളോട് പറയാം, നീതീകരണം ഒരു ദിവസം കൊണ്ട് നടക്കും, പക്ഷെ വിശുദ്ധീകരണം ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മൾ ക്രൈസ്റ്റ് സെന്ററിൽ വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ അങ്ങ് തോന്നുക, എൻ്റെ വെളിപ്പാടിൻ്റെ അത്രയും ആരുണ്ട്, എൻ്റെ ശുശ്രൂഷയുടെ അത്രയും ആർക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. അതിൻ്റെ പേരാണ് അഹങ്കാരം. അതിൻ്റെ പേരാണ് അഹങ്കാരം. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനങ്ങ് തികഞ്ഞുപോയി. അങ്ങനെ ചിലർക്ക് അങ്ങ് തോന്നുക, ഞാനങ്ങ് തികഞ്ഞുപോയി. അത് പരീക്ഷ ഭക്തിയാണ്. പരീശന്മാരങ്ങനെ പറയുന്നത്. അയാൾ പറഞ്ഞത് ശരിയാണ്. അയാൾ പറയുവാണ്, കർത്താവേ, ഈ നിൽക്കുന്നവനെ പോലെ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. ലഭിക്കുന്നതിലൊക്കെ കരിഞ്ജീരകത്തിലും പെരിഞ്ജീരകത്തിലും ഈ പുള്ളി ദശാംശം കൊടുക്കും. ജീരകം ഉപയോഗിച്ചിട്ടില്ലേ? എണ്ണിട്ടുണ്ടോ? ഇല്ല. ഈ പുള്ളി എണ്ണുന്ന ആളാ. ആരെ? പരീശൻ. 100 ജീരകം എടുത്താൽ 90 പുള്ളിക്കും 10 പള്ളിക്കും. അങ്ങനെ പുള്ളിക്കുള്ളതും പള്ളിക്കുള്ളതും പുള്ളി കൃത്യമായിട്ട് കൊടുക്കും. സത്യമാ പറഞ്ഞത്. ഞാൻ ലഭിക്കുന്നതിലൊക്കെയും പതാരം കൊടുക്കും. അയാൾ പറഞ്ഞ ശരി, ഈ നിൽക്കുന്നവനെ പോലെ അല്ലായിക ഞാൻ നിന്നെ. അവൻ ചുങ്കക്കാരൻ, സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ പുള്ളി മാർത്തടിച്ച്. സ്തോത്രം. പുള്ളിക്ക് തോന്നുക ഞാൻ എന്തോ ആണെന്ന്. കർത്താവ് അത് 2 കണ്ടിട്ട് ചോദിച്ചു, ആരാ നീതീകരിക്കപ്പെട്ടെ? ആരാ നീതീകരിക്കപ്പെട്ടെ? ഞാനങ്ങ് വിശുദ്ധനാണെന്ന് തോന്നിയ തീർന്നു പ്രിയരെ. കർത്താവ് പറയുക, അല്ല, ഞാൻ ശാസിക്കും. ഈ റോമലേഖനം 6:22 പറയുന്നുണ്ട്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണമാണ്. അതിന്റെ എൻഡ് നോക്കി, അറ്റ് ദ എൻഡ് എവർലാസ്റ്റിംഗ് ലൈഫ്. ആ ഹോളിനെസിന്റെ എൻഡ് ഏതാ? എവർലാസ്റ്റിംഗ് ലൈഫാ. അപ്പൊ ശരിക്കും ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ വിശ്വാസത്തിലേക്ക് വന്നെങ്കിൽ അന്ന് ആരംഭിക്കുന്നതാണ് ഹോളിനെസ് എന്ന പ്രോസസ്. അത് തുടർന്നുകൊണ്ടിരിക്കുക.